പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. പ്രാർത്ഥന ശ്രീലക്ഷ്മി പ്രാർത്ഥന ചൊല്ലുന്നതാണ്. പ്രാർത്ഥന ചൊല്ലാനായിട്ട് ശ്രീലക്ഷ്മിയെ ക്ഷണിക്കും. ഭഗവൻ കാലയിത്യാലപന്തി ത്വമേകം വിശ്വഹേതും സകലമയതയാ സർവധാ കല്പ്യമാനം വേദാന്തൈര്യത്തു ഗീതം പുരുഷപരചിദാത്മാഭിധം തത്തു തത്വം പ്രേക്ഷാമന്ത്രേണ പ്രകൃതി വികൃതി കൃഷ്ണ തസ്മൈ നമസ്തേ. എല്ലാവർക്കും നമസ്കാരം. നവരാത്രി കാലത്തിന്റെ പ്രത്യേകത വിദ്യാരംഭത്തിന് തുടക്കം കുറിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കളുണ്ട്, മറ്റ് വിദ്യാർത്ഥികളുണ്ട്. എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ഒരു വേദിയിൽ, രേൺകാവിലമ്മ സത്സംഗ വേദിയിൽ ഇന്ന് ഈ ഒരു പ്രഭാഷണം, അത് അക്ഷരം, ഉച്ചാരണം, വാക്ക് അല്ലെങ്കിൽ ശബ്ദം, അതിൻ്റെ അർത്ഥതലത്തില് വളരെ അത്ഭുതകരമാണ്. ഭാരതീയ ഭാഷാശാസ്ത്രത്തിൻ്റെ ഈ ഒരു സംവിധാനം, അതിനെപ്പറ്റി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, അത്തരമൊരു വിഷയമാണ് നമ്മൾ ഇവിടെ ഇന്ന് സംവദിക്കുന്നത്. വിദ്യാർത്ഥികളായിട്ടുള്ളവര് വളരെ ശ്രദ്ധിച്ചത് കേൾക്കുക, വേണ്ട രീതിയിൽ അത് രേഖപ്പെടുത്തി വയ്ക്കുക, എഴുതി സൂക്ഷിക്കുക. ഏതൊരു ഭാഷയും, ഭാരതത്തിലെ ഏത് ഭാഷയ്ക്കും ആ എഴുതുന്നത് പോലെ ഉച്ചരിക്കുന്ന ഒരു രീതി അത് പ്രധാനമാണ്. ആ ഒരു വിഷയം മനസ്സിലാക്കി ഈ ഒരു വിഷയത്തെ നമുക്ക് കേൾക്കാം, അത് നമ്മളുടെ പഠനത്തിൽ നമുക്ക് പ്രയോജനപ്പെടുത്താം. ഉച്ചാരണം എന്നുള്ളത് ഉച്ചാരണത്തിന് വേണ്ടി തന്നെ ഒരു ശാസ്ത്രശാഖ തന്നെ നമുക്ക് ഉണ്ട്. അത് മറ്റു ശാഖകളുമായിട്ടും വിവിധ ശാസ്ത്രങ്ങളുമായിട്ടും ബന്ധപ്പെട്ടതാണെന്നും നമ്മൾ മനസ്സിലാക്കി നമുക്ക് ഈ പരിപാടി വേണ്ട രീതിയിൽ നമുക്ക് പ്രയോജനപ്പെടുത്താം. ഇന്ന് പ്രഭാഷണത്തിന് നമ്മോടൊപ്പം ഉള്ളത് ജ്യോത്സന ടീച്ചറാണ്. ജ്യോത്സന ടീച്ചർ തൃപ്പൂണിത്തുറ സംസ്കൃത കോളേജിലെ വ്യാകരണ വിഭാഗം പ്രൊഫസറാണ്. മാത്രമല്ല ഈ വ്യാകരണ വിഷയങ്ങളിൽ മറ്റ് ക്ലാസ്സുകളും ആധ്യാത്മിക ക്ലാസ്സുകളും ഒക്കെ എടുക്കുന്ന പ്രഭാഷകയാണ്. നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി ഇന്നത്തെ പ്രഭാഷണത്തിനായിട്ട് ജ്യോത്സന ടീച്ചറിനെ ക്ഷണിക്കാം. നമുക്ക് അത് കേട്ടിരിക്കാം. ബാക്കി പങ്കെടുക്കുന്ന എല്ലാവർക്കും, എല്ലാ ഭക്തജനങ്ങൾക്കും, എല്ലാ വിദ്യാർത്ഥികൾക്കും, എല്ലാ അധ്യാപകർക്കും എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. സുരാസുരാസേവിത പാദപങ്കജ കരേ വിരാജത് കമനീയ പുസ്തക വിരിഞ്ച പത്നീ കമലാസനസ്ഥിത സരസ്വതീ നൃത്യതു വാചിമേ സദാ. യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധര സ്വധാംനാ. അന്യാംശ്ച ഹസ്തചരണ ശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. എല്ലാവർക്കും എൻ്റെ വളരെ വിനീതമായ നമസ്കാരം. എനിക്ക് ശരിക്കും ശങ്കരേട്ടന്റെ ഈ ഒരു ഉപോദ്ഘാതം കേട്ടപ്പോ ശരിക്കും കൺഫ്യൂഷനായി.
എന്താ കാരണം എന്ന് ചോദിച്ചാൽ ഏത് തരത്തിലുള്ള ഒരു ഓഡിയൻസ് ആണ് ഇത് കേൾക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു ധാരണക്കുറവുള്ളത് കൊണ്ട് ഏത് തരത്തിലാണ് സംസാരിക്കേണ്ടത് എന്ന വിഷയത്തിലൊക്കെ എനിക്കൊരു അറിവില്ലായ്മ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം പൂർണ്ണമായി ശാസ്ത്രത്തിലേക്ക് കടക്കുക എന്നുള്ളത് സാധ്യമാണോ എന്നറിയില്ല. എന്തായാലും ഭാഷയും സംസ്കാരവും ഇടകലർന്ന് മാത്രമേ ഭാരതീയർക്ക് എന്തിനേയും കാണാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും അവ്യക്തതയോ അങ്ങനെയൊക്കെ തോന്നിയെങ്കിൽ അത് സദയം ക്ഷമിക്കുക. എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ എനിക്കാവുന്ന തരത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. വളരെ സൂപ്പർഫ്ലുവസ് ആയിട്ടാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്, അത് ഞാൻ പറയാം. കാരണം ഉള്ളിലേക്ക് കടന്ന്, ഞാൻ പറഞ്ഞല്ലോ, ശാസ്ത്രം ഉള്ളിലേക്ക് കടന്ന് സംസാരിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പറ്റുമോ എന്നല്ല, എങ്ങനെയാണ് സംസാരിക്കാൻ സ്വീകരിക്കുക എന്നറിയാത്തത് കൊണ്ടുള്ളൊരു കൺഫ്യൂഷൻ, അത്രയേ ഉള്ളൂ. ഏതായാലും നവരാത്രി എന്ന് പറയുന്ന ഒരു സത്സംഗം കൂടിയാണല്ലോ. അതുകൊണ്ട് നവരാത്രി എന്ന് പറയുന്ന ഒരു മഹത്തായ ആരാധന അനുഷ്ഠാനത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു 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 കാഴ്ചപ്പാടിനെ പറ്റി ചിന്തിക്കുമ്പോൾ എന്നോട് ആവശ്യപ്പെട്ടത് അക്ഷരം, ഉച്ചാരണം, അതുപോലെ വാക്കിന്റെ അർത്ഥതലങ്ങൾ, അതുപോലെ ഭാരതീയ ഭാഷാശാസ്ത്രജ്ഞന്റെ മാധുര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാനാണ് ആവശ്യപ്പെട്ടത്. അതിൽ ആദ്യമായിട്ട് തന്നെ നമ്മൾ ഭാഷയെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു സന്ദർഭത്തിലാണല്ലോ ഏറ്റവും നവരാത്രി ആഘോഷങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ ഈ ആഘോഷം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം നന്മയെയും തിന്മയെയും ഒരുപോലെ കാണുകയും അതിൽ തിന്മയുടെ നടുവിൽ നിന്ന് നന്മയെ സ്വീകരിക്കാനും, തിന്മയുടെ നടുവിൽ നിന്നുകൊണ്ട്, കാരണം നന്മയും തിന്മയും ഭഗവത് സ്വരൂപമാണ് എന്നാണ് ശരിക്കും പറഞ്ഞാൽ നവരാത്രി പോലെയുള്ള ആഘോഷങ്ങൾ പോലും നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം ദേവിയുടെ വ്യത്യസ്ത ഭാവങ്ങളെ ഉപാസിച്ചുകൊണ്ട് കണ്ണാടി പോലെ പവിത്രമാകുന്ന നമ്മുടെ മനസ്സ് നന്മയും തിന്മയും അതുപോലെ ശാന്തതയും ഭയാനകമായതും ഒക്കെ ഒരുപോലെ ആസ്വദിക്കാനുള്ള ഒരു ആഘോഷമാണ്. അതായത് ജീവിതത്തിന്റെ ദ്വന്ദ്വങ്ങളാണ് ഇവയെല്ലാം എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. മാത്രമല്ല അതിൽ നിന്ന് എങ്ങനെയാണ് ഈ നന്മയെ ഊറ്റിയെടുക്കേണ്ടത്, വിപരീതമായ ദ്വന്ദ്വങ്ങളിൽ നിന്ന് എങ്ങനെയാണ് നന്മയെ ഊറ്റിയെടുക്കേണ്ടത് എന്ന് വിപരീതമായ ഈ ദേവീഭാവങ്ങൾ നമ്മളോട് പറഞ്ഞു തരുന്നു ചെയ്യും. അതായത് എന്താണ്, ബ്രഹ്മചാരിണിയായിട്ട് വളരെ ശാന്തമായ ഒരു ദേവീ സ്വരൂപം ആരാധിക്കുന്നത് പോലെ തന്നെ ഏറ്റവും ബീഭത്സമായ ദേവീഭാവമായ, ഭയാനകതയുടെ ഒരു സ്വരൂപമായ ദേവീഭാവമായ കാളരാത്രിയെയും നമ്മൾ ഇതേ സമയത്ത് ആരാധിക്കുന്നു. അതായത് രക്തബീജാസുരൻ എന്ന് പറഞ്ഞ ഒരു അസുരനെ നിഗ്രഹിക്കാൻ അവതരിച്ച ഒരു രൂപം. പത്തൂരൊക്കെ പറയുകയാണെങ്കിൽ പൃഷ്ഠം ത്വധർമ്മൈഹ ദേവമനഃസുധാംശുരവ്യക്തമേവ ഹൃദയാംബുജമംബുജാക്ഷ. ധർമ്മം പുരോഭാഗമാണെങ്കിൽ അധർമ്മം പൃഷ്ഠഭാഗമാണ് ഭഗവാൻ. അതുപോലെ എന്താണ്, ഈ അധർമ്മത്തെയോ ധർമ്മത്തെയോ മറച്ചു വെക്കാതെ ഈ രണ്ട് അംശങ്ങളെയും ഒരേപോലെ വിസ്തരിച്ചുകൊണ്ട് രണ്ടിന്റെയും നന്മയെ സ്വീകരിക്കാനാണ് നമ്മളെ ശാസ്ത്രമായാലും, ശാസ്ത്രത്തെ കുറിച്ച് ആലോചിക്കുമ്പോഴും സാഹിത്യത്തെ കുറിച്ച് ആലോചിക്കുമ്പോഴും എന്തിനെ കുറിച്ച് ആലോചിക്കുമ്പോഴും നമ്മുടെ ഭാരതീയമായ കാഴ്ചപ്പാടുകൾ നമ്മളെ പഠിപ്പിച്ചു. രക്തബീജാസുരനെ പോലെയുള്ള ഒരു ഭയാനകനായ അസുരന്, കാരണം അവന്റെ രക്തം നിലത്ത് വീണാൽ അവനെ പോലെയുള്ള ഭീകരന്മാരായിട്ടുള്ള 10,000-കണക്കിന് ആളുകൾ ഈ ഭൂമിയിൽ ഉയർന്നു പൊങ്ങും. അങ്ങനെയുള്ള ഒരാൾ ജീവിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചു വരുന്ന ഒരു ദേവീ സ്വരൂപമാണ് കാളരാത്രി എന്ന് പറയുന്നത്. ഇത്രയും ബീഭത്സമായിട്ടുള്ള ഈ ഒരു ആരാധനാ സമ്പ്രദായത്തെ പിന്തുടരുമ്പോഴും അത് നമ്മളോട് പറയുന്നത് കാരുണ്യ സ്വരൂപമായി ദേവീഭാവത്തെ ആസ്വദിക്കാനാണ്.
നാരായണ ഗുരുദേവൻ എന്നൊക്കെ പറയുന്ന പോലെ ഒന്നൊന്നാ എണ്ണി എണ്ണിത്തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ളം നിന്നിൽ അസ്പന്ദമാകണം എന്നാണ്. അതായത് ഓരോരോ ദേവീഭാവങ്ങളിലൂടെ കടന്നുപോയിട്ട് സ്പന്ദമായി ഈ ആ ഉപാസന കൊണ്ട് വളരെ സ്പന്ദശൂന്യമായിരിക്കുന്ന ഒരു ആത്മാവിലേക്ക് എന്തും എഴുതി ചേർക്കാൻ എളുപ്പമാണ്. ഇത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മളോട് ആദ്യമായിട്ട് അതായത് അങ്ങനെ വിദ്യാരംഭം തുടങ്ങാൻ പറയുന്ന ഒരു സംസ്കാരം നമ്മളോട് എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ദിവസം മധുസൂദനാരൊക്കെ പറഞ്ഞ പോലെ എന്താണ്, അനിച്ചുണ്ണാനുള്ളതല്ലീ ഉലകം നീ ചതിച്ചു നേടുവാനല്ല പഠിത്തവും നീ കുതിച്ചോളൂ കൊതിച്ചോളൂ മത്സരിച്ചോളൂ മതിക്കാതെ മതിയോളം രസിച്ചുകൊള്ളൂ. ഇത്ര മനോഹരമായിട്ടാണ് വിദ്യാഭ്യാസത്തെ കാണുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, സാഹിത്യം എന്ന് പറയുന്നത് അത് പഠനമായാലും ഒരു എന്താ പറയാ ഏതൊരു വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു അംശത്തെ നമ്മൾ നിരീക്ഷിച്ച് പരിശോധിച്ച് ഇഴകീറി ചികഞ്ഞ് ആസ്വദിക്കുമ്പോഴും ആ തത്വത്തിന്റെ ഉള്ളിലെ ഒരു 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 കാരുണ്യ സ്ഫൂർത്തി അത് നമ്മളെ അനുഭവിപ്പിക്കാൻ ആണ് നമ്മുടെ സാഹിത്യം നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് ഭാഷയെക്കുറിച്ച് തന്നെ പറയുമ്പോൾ ഭാഷാശാസ്ത്രജ്ഞരായിട്ടുള്ളവർ പറയും, നസോസ്തി പ്രത്യയോ ലോകേ യഹ് ശബ്ദാനുഗമാദൃതേ അനുവിദ്ധമിവ ജ്ഞാനം സർവം ശബ്ദേന ഭാസത്തെ. ലോകത്ത് യാതൊരു പ്രത്യയവും അതായത് ജ്ഞാനവും ഇല്ല. ലോകത്ത് ഒരു ജ്ഞാനവും ഇല്ല. എങ്ങനെയുള്ള ജ്ഞാനമാണ്? യഹ് ശബ്ദാനുഗമാദൃതേ, ശബ്ദം അനുഗമിക്കാത്ത ഒരു ജ്ഞാനവും ഈ ലോകത്ത് നിലവിലില്ല. അതായത് ലോകത്തിന്റെ സകല എന്താണ് അറിവുകളെയും നമ്മൾ സ്വായത്തമാക്കുന്നത്, അത് ഇന്ദ്രിയജന്യമാകട്ടെ പുറത്തുള്ളതാകട്ടെ അകത്തുള്ളതാകട്ടെ, ഇതൊക്കെ സ്വായത്തമാക്കുന്നതിന് അതായത് നമ്മൾക്കത് എന്താണ് എന്ന് അനുഭവവേദ്യമാകുന്ന അവസ്ഥയല്ല പറയണത്. അനുഭവം വേറെ. നേരെ മറിച്ച് അതിലേക്കുള്ള ഒരു വഴി നമുക്ക് തുറന്നു കാണിച്ചു തരുന്നത് അത് തീർച്ചയായിട്ടും ശബ്ദം തന്നെയാണ്. ശബ്ദാനുഗമം ഇല്ലാതെ ഒരു ജ്ഞാനവും ഇല്ല എന്നാണ്. അനുവിദ്ധമിവ ജ്ഞാനം സർവം ശബ്ദേന ഭാസത്തെ. അതായത് ജ്ഞാനം എന്ന് പറയുന്നത് ശബ്ദം കൊണ്ട് മാത്രമാണ് ഭാസിക്കുന്നത്, പ്രകാശമാനമാകുന്നത്. പക്ഷെ അതേ സമയത്ത് ഭാഷയ്ക്ക് ഉള്ള പരിമിതികളെയും നമ്മൾ ഓർമ്മപ്പെടുത്തും. ഭാഷയില്ലാതെ ഒരു സാധനവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ തന്നെ ഭാഷ കൊണ്ട് എല്ലാം മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നും പറയും. ഭാഷ ഇല്ലെങ്കിൽ ഒന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നതുപോലെ ഭാഷയില്ലാതെ, ഭാഷ ഉണ്ടെങ്കിൽ ഭാഷയിലൂടെ എല്ലാം മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നും പറയും. അതായത് ദ്വന്ദ്വങ്ങളാണ്. ഇതും വിപരീതമായ ദ്വന്ദ്വമാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വിപരീതമായ ദ്വന്ദ്വമാണ്. അതായത് ഭാഷ കൊണ്ട് എല്ലാം കാണാൻ സാധ്യമല്ല. ഭർതൃഹരിയെ പോലെയുള്ളവർ പറയും, ഘടാദീനാം ന ചാകാരാൻ നൃത്യായേതി വാചക. അതായത് ഒരു കുടം എന്ന് പറയാണ്. ഈ കുടം എന്ന് പറയുന്നത് ആ കുടത്തിന്റെ മുഴുവനായ സ്വരൂപത്തെ ബോധ്യപ്പെടുത്താൻ പര്യാപ്തമല്ല എന്ന്. അതായത് കുടം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? രണ്ട് കപാലങ്ങൾ സംയോജിപ്പിച്ച ഇങ്ങനെ ഇരിക്കുന്ന ഒരു മുഖത്തോടു കൂടിയ ഒരു സാധനമാണ് കുടം. അതിനകത്ത് ജലം ശേഖരിക്കാൻ സാധിക്കും, പലതും ശേഖരിക്കാൻ സാധിക്കും. പക്ഷെ കുടം എന്ന് പറയുന്നതിന്റെ മുകളിൽ ചിലപ്പോൾ ചിത്രം ഉണ്ടാവാം, അല്ലേ? അല്ലെങ്കിൽ കുടത്തിന്റെ ഷേപ്പ് ചിലപ്പോൾ കുറച്ച് പരന്നിട്ടാവാം, അല്ലെങ്കിൽ കുടം ചിലപ്പോൾ ഉരുണ്ടിട്ടാവാം, കുടം വലിയതാവാം, ചെറിയതാവാം. ഇങ്ങനെ പല പ്രത്യേകതകളും ഒരു കുടത്തിനുണ്ടാവാം. ഈ പ്രത്യേകതകളെ മുഴുവൻ ബോധ്യപ്പെടുത്താൻ കുടം എന്ന് പറയുന്ന ആ ശബ്ദത്തിന് സാധ്യമല്ല എന്ന് പറയും. അതുപോലെ വെള്ളം എന്ന് പറയാണ്. വെള്ളം എന്ന് പറഞ്ഞാൽ
എന്ത് പറയാൻ പറ്റും? വെള്ളം സമുദ്രത്തിലുള്ള ഒരു വെള്ളമാണോ, അതോ ഒരു ഗ്ലാസ്സിലെടുത്ത വെള്ളമാണോ, അതോ ഒരു തുള്ളി വെള്ളമാണോ? ഇങ്ങനെ വെള്ളം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന്, ഏത് തരത്തിലുള്ള വെള്ളത്തെയാണ് വെള്ളം എന്നുള്ള പദം ബോധ്യപ്പെടുത്തുന്നത് എന്ന് പറയാൻ ആ ശബ്ദം പോരാ എന്ന്. ഇപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ചെയർ എന്ന് പറയാണ്, അലങ്കാര പണികളുള്ള ചെയറാണോ, അതൊരു എന്താണ്? ഇതുപോലെ ഏത് പദത്തിന്റെയും സവിശേഷമായ സ്വഭാവത്തെ ഒന്നും കാണിക്കാൻ ആ പദം പര്യാപ്തമല്ല എന്ന്. അങ്ങനെ നോക്കുമ്പോ എന്താണ് ഭാഷ എന്ന് പറയുന്നത്? നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന, അഥവാ ഒരു പദത്തെ മുഴുവനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഭാഷ പര്യാപ്തമല്ല എന്ന് വരുന്നു. ഇത് തന്നെ വിപരീതമായ ദ്വന്ദ്വമാണ്. നേരത്തെ പറഞ്ഞതുപോലെ വിപരീതമായ ദ്വന്ദ്വമാണ്. അപ്പൊ അതുകൊണ്ട് ഭാഷ എന്ന് പറയുന്നത് ഇല്ലാതെ മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നതുപോലെ തന്നെ ഭാഷ കൊണ്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഭാഷ ബോധ്യപ്പെടുത്തുന്ന ചില ചില നിരീക്ഷണങ്ങളും ചില 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 എന്താണ് പ്രത്യേകതകളും ഇപ്പൊ നമ്മുടെ സാഹിത്യം തന്നെ എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. ഇപ്പൊ രാമായണം എടുക്കാം ഉദാഹരണമായിട്ട്. രാമായണത്തെ പറ്റി പറയുമ്പോൾ, രാമായണം എന്ന കൃതി വായിക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? രാവണനെ പോലെ ആവരുത്, രാമനെ പോലെ ആവണം, അല്ലെ? രാമനെ പോലെ ആവണം, രാവണനെ പോലെ ആകരുത് എന്ന് ബോധ്യപ്പെടുത്തും. സാഹിത്യം കുറച്ചും കൂടി മുന്നോട്ട് നീങ്ങിയപ്പോ, അല്ലെ, തന്നെയല്ല, രാമൻ എന്താണ് ഗുണഗണങ്ങൾ ഉണ്ടായിരുന്നത്, എന്താണ് രാവണന്റെ കുഴപ്പമുണ്ടായിരുന്നത്? രാവണന്റെ കുഴപ്പം മാത്രമല്ല, രാവണൻ ഒരു വിപരീത കഥാപാത്രമാണെങ്കിലും രാവണന്റെ നല്ല ഗുണങ്ങളെയും ആ സാഹിത്യം എക്സ്പ്ലെയിൻ ചെയ്യും. പക്ഷെ ഈ നല്ല ഗുണങ്ങൾക്കപ്പുറത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ചീത്ത ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ നല്ല ഗുണങ്ങളെ മറയ്ക്കുന്ന തരത്തിൽ മുന്നോട്ട് നിന്നിരുന്നത് കൊണ്ടാണ് അദ്ദേഹം ഒരു നെഗറ്റീവ് കഥാപാത്രമായത്. ഇത് രണ്ടും നമ്മുടെ സാഹിത്യം ബോധ്യപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് പക്ഷെ കുറച്ചു കാലം സാഹിത്യം കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോ നമുക്ക് നിരീക്ഷിച്ചാൽ മനസ്സിലാവും. വയലാറിനെ പോലെയുള്ളവർ എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അവിടെ ഇതേ രാമായണത്തെ അദ്ദേഹം മറ്റൊരു കഥയാക്കി മാറ്റി. പക്ഷെ ആരുടെയും വികാരങ്ങളെയോ ഒന്നും സ്പർശിക്കാതെ, ആക്ഷേപിക്കാതെ അതിലുള്ള കാരുണ്യ സ്ഫൂർത്തിയെ കണ്ടെത്താൻ അദ്ദേഹം ശ്രമിച്ചു എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് നമ്മളെ കമ്പരാമായണത്തെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് എഴുതിയതെങ്കിൽ പോലും എന്താണ് അദ്ദേഹം എഴുതിയത്? എന്താണ് സീതയെ കുറിച്ച് പറയുമ്പോ പറയും, നാദരൂപാത്മകൻ പിന്നീടൊരിക്കലാ നാരദൻ പുത്രിയെ പറ്റി പറഞ്ഞ നാൾ കണ്ണുള്ളിൽ ഒന്നാമതാണ് ഒന്നു മകളെ ഒരു നോക്കു കാണുവാൻ, കണ്ടൊന്നു മാപ്പു ചോദിക്കുവാൻ, അമ്മണിച്ചുമ്പിൽ ഒരച്ഛന്റെ ഉത്തം കൊടുക്കുവാൻ. അതായത് സീത എന്ന് പറയുന്നത് രാമന്റെ മകളാണ് എന്നുള്ള തരത്തിലാണ് ചിത്രീകരിക്കാൻ ശ്രമിച്ചത്. പക്ഷെ ആ കാവ്യത്തിന്റെ വിചാരധാരയ്ക്ക് ഒരു ഭംഗം വരുത്തുകയോ, അല്ലെങ്കിൽ രാമായണം എന്ന കാവ്യത്തിന്റെ വിചാരധാരയ്ക്ക് ഭംഗം വരുത്തുകയോ ഒന്നും ഉണ്ടായില്ല. പക്ഷെ ഇന്നത്തെ ഒരു സാഹിത്യം ചെന്ന് നിൽക്കുന്നത് എവിടെയാണ് നമ്മൾ എടുത്തു നോക്കുമ്പോൾ, രാവണൻ പരാജിതരുടെ ഗാഥ എന്ന് പറയുന്ന ഒരു പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയാം. എത്രയോ എഡിഷൻസ് അത് വിറ്റെഴുതി. രാവണൻ പരാജിതരുടെ ഗാഥ. അതായത് രാവണന്റെ ആ ഒരു നെഗറ്റിവിറ്റി അതിനെ പോസിറ്റീവ് ആക്കുകയും ബാക്കിയുള്ള പോസിറ്റീവ് ആയതിനെ മുഴുവൻ നെഗറ്റീവ് ആക്കുകയും ചെയ്തുകൊണ്ട് ഇന്നത്തെ കുട്ടികളുടെ മനസ്സിൽ അതൊരു നെഗറ്റിവിറ്റി ഇൻഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നിരീക്ഷിക്കേണ്ടതാണ് എന്ന് തോന്നുന്നു. കാരണം ആധുനിക സമൂഹം പരിചയപ്പെടുന്ന സാഹിത്യ സ്വരൂപങ്ങൾ ഇതാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ തന്നെ അപ്പൊ രാവണൻ പരാജിതരുടെ ഗാഥ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ഞാൻ ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതല്ല, പക്ഷെ നിങ്ങൾക്കെടുത്ത് വായിച്ചു നോക്കാം എന്താണ് വ്യത്യസ്തത, എന്താണ് അവിടെ വ്യത്യാസം എന്ന്. അതുപോലെ എന്താണ് മഹാഭാരതത്തെ ബേസ് ചെയ്തുകൊണ്ട് ഇതേ ഓദറിന്റെ മറ്റൊരു പുസ്തകം ഇറങ്ങുകയുണ്ടായി. ദുര്യോധൻ
കൗരവ വംശത്തിന്റെ ഇതിഹാസം എന്നാണ് പുസ്തകത്തിന്റെ പേര്. ദുര്യോധനൻ കൗരവ വംശത്തിന്റെ ഇതിഹാസം. ഇംഗ്ലീഷിലാണ് അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടത്. അതിൽ അദ്ദേഹം പറയുന്ന കുറച്ച് വാക്കുകൾ ഞാൻ കോട്ട് ചെയ്യാം. തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാൻ മടിയില്ലാത്ത ഒരു പച്ച മനുഷ്യനാണ് ദുര്യോധനൻ. ഞാനത് പറയുന്നതിനെ കുറിച്ച് കാരണമുണ്ട് കേട്ടോ. നമുക്ക് ഭാഷയിലേക്കും അക്ഷരങ്ങളിലേക്കും ഒക്കെ വരാം. അവിടേക്ക് എത്തുന്നതിന് മുൻപ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സംസാരിക്കുന്നത്. ഈ പുസ്തകത്തിന്, അതായത് പുസ്തകം ഇതാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിപ്പോ ഞാൻ ഇങ്ങനെ കണ്ട അവിടെ കാണില്ല. അതെ, ദുര്യോധനൻ കൗരവ വംശത്തിന്റെ ഇതിഹാസം എന്നാണ് പുസ്തകത്തിന്റെ പേര്. ഈ പുസ്തകത്തിന്റെ രത്നചുരുക്കം ഇതാണ്: തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാൻ മടിയില്ലാത്ത ഒരു പച്ച മനുഷ്യനാണ് ദുര്യോധനൻ. എന്നാൽ പാണ്ഡവരോ ധർമ്മത്തെ മറയാക്കി അവർ തങ്ങളുടെ പ്രവൃത്തികളെ ന്യായീകരിക്കുന്നു. അവരുടെ ഓരോ കർമ്മത്തെയും ദൈവികമായ ഇടപെടലുകളും അമാനുഷിക കൃത്യങ്ങളും സാധൂകരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ന്യായം ആരുടെ ഭാഗത്താണ്? പരാജിതരുടെയും അപമാനിതരുടെയും ചവിട്ടി മെതിക്കപ്പെട്ടവരുടെയും ചരിത്രം. അമാനുഷിക ശക്തികളുടെ പിന്തുണയില്ലാതെ തങ്ങളുടെ ശരികൾക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി പൊരുതിയ ഹതഭാഗ്യരുടെ കഥ. അതാണ് ഈ പുസ്തകത്തിന്റെ രത്നചുരുക്കം എന്ന തരത്തിൽ എഴുതപ്പെട്ടത്. അതായത് സംഗതി ഇത്രയേ ഉള്ളൂ. മഹാഭാരതം പറയാൻ ആഗ്രഹിച്ച നെഗറ്റീവ് കഥാപാത്രങ്ങളെ വളരെ പോസിറ്റീവായിട്ട് ചിത്രീകരിക്കുകയും പോസിറ്റീവായിട്ട് ആ സാഹിത്യം എന്താണോ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് നെഗറ്റീവായിട്ട് പുതിയ കുഞ്ഞുങ്ങളുടെ വായനയ്ക്ക് വിഷയമാവുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു ദൗത്യം, അതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് നമ്മുടെ ഭാഷാ പഠനത്തിന്റെയും ചരിത്ര പഠനത്തിന്റെയും ശാസ്ത്ര പഠനത്തിന്റെയും എന്ത് പഠനത്തിന്റെയും ആമുഖമാണ്. ആധുനിക പഠനത്തിന്റെ ആമുഖമാണ്. അതായത് ഈ ആമുഖം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഒരു സംസ്കാരത്തിന്റെ, അതിന് ശിലമാകിയ ഒരു സമൂഹത്തിന്റെ ചിന്താധാരകളെല്ലാം തെറ്റായിരുന്നു. ആ ചിന്താധാരകൾക്ക് എന്തോ കുഴപ്പമുണ്ടായിരുന്നു. അതായത് അവർ നല്ലതിനെയും ചീത്തയെയും അവർ കണ്ടില്ല എന്നല്ല, അവർ നല്ലതിനെയും ചീത്തയെയും ഒരുപോലെ കാണുകയും അതിനെ അനലൈസ് ചെയ്യുകയും ഇതിൽ ഏതാണ് ശരിയെന്ന് പറയുകയുമാണ് ചെയ്തത്. മറിച്ച് ആ ചീത്തയെ നന്മയാക്കി എടുക്കുന്ന ആ അംശം നമ്മളോട് സംവദിക്കുന്നത് എന്താണ് എന്ന് കുഞ്ഞു കുട്ടികൾ ആലോചിക്കേണ്ടതാണ് എന്ന് എനിക്ക് തോന്നുന്നു. അതെന്താണ് എന്ന് ചോദിച്ചാൽ, അക്ഷര പഠനത്തിൽ അത് ആരംഭിക്കുന്നു. നിങ്ങൾ അക്ഷരം പഠിക്കാൻ തുടങ്ങുന്നത് മുതൽ ഇത് ആരംഭിക്കുന്നു. അക്ഷരം പഠിക്കാൻ തുടങ്ങുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ വടക്കോട്ട് പോയാൽ അക്ഷരം പഠിക്കുന്നത് എങ്ങനെയാണ്? കാക്കദന്തന്ന, കാക്കഗംഗന്ന, അങ്ങനെയാണ് അക്ഷരം പഠിക്കുന്നത്. സത്യമാണ് ഞാൻ പറയുന്നത്. തെക്കോട്ട് പോയാലോ? തെക്കോട്ട് പോയാൽ അക്ഷരം പഠിക്കുന്ന രീതിക്ക് ഒരല്പം വ്യത്യാസം. അവിടെ പഠിക്കുന്നത് കായ്ക്ക ഗായ്ക്ക ങ, അല്ലെ? ചായ്ച്ച ജായ്ച്ച ഞ. ഞാൻ എൻ്റെ ജീവിതത്തിൽ പരിചയപ്പെട്ടിട്ടുള്ള അക്ഷര പഠനത്തെ കുറിച്ചാണ് ഞാനിപ്പോ സംസാരിച്ചത്. അതായത് ഇതുകൊണ്ടുണ്ടാകുന്ന ഗുണം എന്താണ് എന്ന് ചോദിച്ചാൽ, നമ്മളെങ്ങനെ പഴയ കാലഘട്ടത്തിൽ ശിക്ഷ ഇങ്ങനെ പറഞ്ഞിരുന്നു, ഇങ്ങനെ അതിന്റെ ഉച്ചാരണം പറഞ്ഞിരുന്നു, ഇങ്ങനെ അതിന്റെ ഇത് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്താ കാര്യം? കാരണം നിങ്ങൾ ഉച്ചരിച്ച് പഠിക്കുന്നത് ഇതാണ്: ചായ്ച്ച ജായ്ച്ച ഞ, കായ്ക്ക ഗായ്ക്ക ങ. എന്ത് ചെയ്യാൻ പറ്റും? ആർക്കും തിരുത്താൻ പറ്റാത്ത തരത്തിൽ ഭാഷയിൽ ഇടപെടലുകൾ ആരംഭിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. അതായത് ഒരു തരത്തിലും പഴയ ഒരു ഭാഷാ സംസ്കാരത്തിലേക്ക് നമ്മൾ തിരിച്ചു പോവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അക്ഷരം പഠിപ്പിക്കുന്നത് മഹാപരാധമാണ്. അതിനുള്ള കാരണം എന്താ? അക്ഷരം താനേ പഠിച്ചുകൊള്ളും അത്രേ. ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അക്ഷരം താനേ പഠിച്ചുകൊള്ളും. എന്താണ്? കുട്ടി ഭാഷയെ പരിചയപ്പെടുമ്പോ, ഭാഷ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അക്ഷരം താനേ അവന്റെ ഇതിലേക്ക് വരും അത്രേ. ഞാനിത് ആരെങ്കിലും ആക്ഷേപിക്കാനോ
ഒന്നും അല്ല പറയുന്നത്. ഇങ്ങനെ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ പറയുന്നതോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ചിന്തയോ ഇത്തരത്തിലുള്ള പാഠനമോ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അക്ഷരങ്ങളെ കുറിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് അസംഖ്യം പദങ്ങൾ, അതായത് ഇങ്ങനെ കായ്ക്ക ഗായ്ക്ക ങ, ചായ്ച്ച ജായ്ച്ച ഞാ എന്നൊക്കെ പറഞ്ഞിട്ട് ഉച്ചരിച്ചാൽ അസംഖ്യം പദങ്ങൾ നമുക്ക് നഷ്ടമാവും അധികം താമസിക്കാതെ. അതായത് ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ഭാഷയ്ക്ക്, ഉദാഹരണം പറയാം, എന്താണ് ഫലം, ബലം, ഫലം, എന്താ വ്യത്യാസം നിങ്ങൾ നോക്കൂ. ഫലം എന്ന് പറഞ്ഞാൽ റിസൾട്ട് എന്നാണ് അർത്ഥം. ഇന്നത്തെ കുട്ടികൾ ചോദിക്കും അത് ഏത് ബാ ടീച്ചറെ, ഇല്ലേ? നിങ്ങൾ ചോദിക്കാറുണ്ടോ ആരെങ്കിലും അങ്ങനെ? ഫലം എന്ന് ഉച്ചരിച്ചാൽ അത് എത്രാമത്തെ ബാ ടീച്ചറെ, എത്രാമത്തെയാന്ന് ചോദിക്കുന്ന കാലം പോലും അസ്തമിച്ചിരിക്കും, അല്ലേ? എത്രാമത്തേതാണെന്ന് അറിയാത്തൊരു കാലം. അതായത് പ ഫ ബ ഭ മ എന്നാണ് അത് ഉച്ചരിക്കേണ്ടത് എന്നും ആ ഉച്ചരിക്കുന്നത് എത്രാമത്തെ അക്ഷരമാണ്, എന്തായിട്ടാണ് അവിടെ എഴുതേണ്ടത് എന്നും നമുക്കറിയാൻ പാടില്ല. എന്ത് ചെയ്യും? അതുകൊണ്ട് ഈ ഒരു ഭാഷാ പഠനം നമ്മൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. സംസ്കാരത്തെ, ഭാഷയെ, ഒരു സാഹിത്യത്തിന്റെ സംവേദനക്ഷമതയെ ഒക്കെ അത് നശിപ്പിക്കും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. അതുകൊണ്ട് എന്താ പറയാൻ ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. ഫലം എന്ന് പറഞ്ഞ റിസൾട്ട് എന്നർത്ഥം. ബലം എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ ബലം, നമ്മുടെ സ്ട്രെങ്ത് എന്നർത്ഥം. പിന്നെ എന്താണ് ഫലം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഫലം മാംസം എന്നർത്ഥം, അല്ലെ? ഒരക്ഷരം മാറുമ്പോണ്ടാവുന്ന അർത്ഥഭേദം നോക്കൂ. ഇത് നമ്മൾ പായ്പ ബായ്പ മാ എന്ന് പഠിച്ചാൽ എങ്ങനെയാ മനസ്സിലാവാൻ പറ്റുക? ധാര, ധാര, ധാര എന്ന് പറഞ്ഞാൽ ഭാര്യ എന്നർത്ഥം. ധാര, ഇടമുറിയാതെ ധാരധാരയായിട്ട് മഴ പെയ്യുന്നു എന്ന് പറയാറുണ്ട്, അല്ലേ? ജലം, ജലം എന്ന് പറഞ്ഞാൽ ജലം, വാട്ടർ എന്നർത്ഥം, അല്ലെ? ജലം, ജലം എന്ന് പറഞ്ഞാലോ അതായത് എന്താണ് കളവ് എന്നർത്ഥം, തെറ്റായത്, അല്ലെ? എന്നൊക്കെ അർത്ഥം. ആധാനം, ആദാനം, പൂത, ഭൂത, പൂതം, ഭൂതം, കടഹ, കടം, ഘടം, ബലം, ഇങ്ങനെയൊക്കെ ഈ വാക്കുകളൊക്കെ, അതായത് ഇത്തരത്തിലുള്ള അക്ഷര വ്യതിയാനങ്ങൾ കൊണ്ടുണ്ടാകുന്ന വാക്കുകൾ, അത് പറയുന്നത് വ്യത്യസ്തമായ അർത്ഥങ്ങളെയാണ്. ഇതുപോലെ തന്നെ ഭാരതീയ ഭാഷകൾക്കുള്ള ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറഞ്ഞാൽ കണ്ഠ്യമായിട്ടും താലവ്യമായിട്ടും ഒക്കെ നമ്മൾ ഉച്ചരിക്കുന്ന കണ്ഠമാണ് കവർഗം, കണ്ഠ്യങ്ങളാണ് കവർഗം, അല്ലെ? പവർഗം എന്ന് പറഞ്ഞാൽ ഓഷ്ഠ്യങ്ങൾ, ഓഷ്ഠം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുണ്ട് കൊണ്ട്, പ്രധാനമായിട്ട് ചുണ്ടാണ് അതിൽ ഉൾപ്പെടുത്തുന്നത്. കൊണ്ട് ഉച്ചരിക്കേണ്ട സാധനങ്ങളാണ് പവർഗം, അല്ലെ? പിന്നെ ചവർഗോ താലവ്യങ്ങളാണ്, അതായത് താലുവാണ് ഉച്ചാരണ സ്ഥാനം. താലുകൊണ്ടാണ് ചവർഗം ഉച്ചരിക്കുന്നത്. ടവർഗം മൂർധാവാണ്, മൂർധാവാണ് അതിന്റെ ഉച്ചാരണ സ്ഥാനം ടവർഗത്തിന്റെ. അതുപോലെ ദന്ത്യമാണ്, ഈ പല്ലില്ലാണ്ട് ത ഉച്ചരിക്കും, ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കാൻ. അതായത് ഓരോ അക്ഷരങ്ങളും അതാതിന്റെ സ്ഥാനത്ത് നിന്ന് വരുമ്പോഴാണ് കൃത്യമായി അതെന്താണ് ആ അക്ഷരം എന്ന് നമുക്ക് മനസ്സിലാക്കും. ഈ ഉച്ചാരണം പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. കാരണം നിങ്ങൾ അത് പഠിച്ചേ മതിയാവും. ആരുടെ അടുത്തുനിന്നാണോ അക്ഷരം പഠിക്കുന്നത്, ഈ ഉച്ചാരണ സ്ഥാനങ്ങൾ നിർബന്ധമായിട്ടും നിരീക്ഷിച്ച് പഠിക്കേണ്ടത് അനിവാര്യതയാണ്. ഇല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടും. മാത്രമല്ല നമ്മുടെ പര്യായ പദങ്ങൾ, അല്ലെ? നമുക്ക് കുറെ പര്യായ പദങ്ങളുണ്ട്. അതായത് ഒരു വാക്കിന് ഒരുപാട് പദങ്ങളുണ്ട്. ഒരു വാക്ക് പറയാൻ, പ്രത്യേകിച്ച് മലയാള ഭാഷയിൽ എങ്ങനെയാണ് അങ്ങനെ ഉണ്ടായത് എന്ന് ചോദിച്ചാൽ സംസ്കൃതത്തിന്റെ ഒരു സ്വാധീനമാണ്. സംസ്കൃതമാണ് മലയാള ഭാഷയിലേക്ക് ഈ അക്ഷരങ്ങളെയും ഈ പറയുന്ന പദ വ്യത്യാസങ്ങളെയും ഒക്കെ ദാനം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എന്താണ് മലയാള ഭാഷയ്ക്കുണ്ടായ ഒരു ഗുണം എന്ന് ചോദിച്ചാൽ,
ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. നമ്മളിപ്പോ അരണ്യം, കാട് എന്നുള്ളൊരു വാക്ക് അല്ലെ, കാട് എന്നുള്ളൊരു വാക്ക് എടുത്താൽ ഈ കാട് എന്ന വാക്കിന് ഒത്തിരി പര്യായ പദങ്ങൾ നമ്മുടെ ഭാഷയിലും അല്ലെ. കാട്, അരണ്യം എന്ന് പറയും, അതുപോലെ കാനനം എന്ന് പറയും, അതുപോലെ എന്താണ് വിപിനം എന്ന് പറയും. അതായത് വിപിനവും കാടാണ്, അരണ്യവും കാടാണ്, കാനനവും കാടാണ്. പക്ഷെ എന്തിനാണ് ഈ പദവ്യത്യാസങ്ങൾ എന്ന് ചോദിച്ചാൽ, അരണ്യം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? അന്യതേ മൃഗൈഹി എന്നാണ്. അതായത് മൃഗങ്ങൾ സഞ്ചരിക്കുന്നു എന്നുള്ള കാരണം കൊണ്ടാണ് കാടിന് അരണ്യം എന്ന് പറയുന്നത്. അരണ്യം എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ സഞ്ചരിക്കുന്ന സ്ഥലം എന്നാണ് അർത്ഥം. അതുപോലെ കാനനം എന്ന് പറഞ്ഞാൽ കം അനനം അസ്യ എന്ന് വെച്ചാൽ കം എന്ന് പറഞ്ഞാൽ ജലം എന്നാണ് അർത്ഥം. അനനം ജീവനം. ജലം ജീവനമായിട്ടുള്ളത് എന്തിനാണോ അതാണ് എന്ത്? കാനനം. അഥവാ പ്രകാശിപ്പിക്കുന്നത് എന്നും അർത്ഥം. കാനയതി, ദീപയതി, പ്രകാശയതി എന്നൊക്കെ അർത്ഥം. ഇതുപോലെ അതുകൊണ്ട് കാനനം എന്ന് പറയും. അപ്പൊ അരണ്യം എന്നുള്ളതും കാനനം എന്നുള്ളതും കാടിന്റെ പര്യായമാണ് എങ്കിൽ പോലും ആ പര്യായ പദങ്ങൾക്കുള്ള അർത്ഥ വ്യതിയാനങ്ങളുണ്ട്. അതുപോലെ വിപിനം എന്ന പദത്തിന് എന്താ അർത്ഥം? വേപന്തേ ജനാഹ യത്ര. അതായത് ആളുകൾ പേടിക്കുന്നു അല്ലെ, കാട്ടിൽ പോകുമ്പോൾ നമുക്ക് പേടിയാവില്ലേ? ആളുകൾ പേടിക്കുന്നു ഈ സ്ഥലത്തെത്തുമ്പോൾ. ഈ അർത്ഥത്തിലാണ് വിപിനം എന്ന പദം. ഇതുപോലെ ആകാശം അല്ലെ, നമുക്കറിയാം ആകാശം എന്നുള്ളതിന് ഗഗനം, വ്യോമം എന്നൊക്കെ പര്യായ പദങ്ങളുണ്ട്. ഗഗനം എന്നുള്ളതിന് എന്താണ്? ഗച്ഛന്ത്യസ്മിൻ ദേവാ, ദേവന്മാർ സഞ്ചരിക്കുന്ന സ്ഥലം, അതുകൊണ്ട് ഗഗനം എന്ന് പറയും. വ്യോമം എന്ന് പറഞ്ഞാൽ എന്താണ്? അവനം വിവിധമസ്മിൻ സന്ധി. അതായത് നമ്മുടെ ഈ അൾട്രാ വയലറ്റ് റേഡിയേഷൻസിൽ നിന്ന് ഇങ്ങോട്ട് വരാതെ രക്ഷിച്ചു നിർത്തുന്ന ഒരു കവചമാണ് ഈ സാധനം. അതുകൊണ്ട് അതിന് എന്ത് പറയുന്നു? ആകാശം എന്ന് പറയുന്നു. ഇങ്ങനെ അവനം വിവിധമസ്. ഈ സാധനക്ക് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, എന്തിനാണ് ഇങ്ങനെ വ്യത്യസ്തമായ അർത്ഥങ്ങളിൽ ശബ്ദത്തെ പറയുന്നത് എന്ന് ചോദിച്ചാൽ, അതിന്റെ ഒരു ഉദാഹരണം നമ്മുടെ വള്ളത്തോളിനെ കുറിച്ച് മലയാള കവികൾ എന്താ പറയുക? വള്ളത്തോൾ ഏറ്റവും ആശയഗംഭീരൻ അല്ലെ, വള്ളത്തോള് ശബ്ദം കൂടുതൽ ഉപയോഗിക്കുന്ന ആളാണ് എന്നൊക്കെയാണ് നമ്മൾ പറയാറ് അല്ലെ. ശബ്ദ സൗഷ്ഠവം വള്ളത്തോളിനെ വളരെ പൊക്കി നമ്മൾ സംസാരിക്കാറുണ്ട്. എവിടുന്ന് കിട്ടി അദ്ദേഹത്തിന് ഈ ശബ്ദം എന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമുള്ളൂ. അദ്ദേഹം പറയും, വാനമേ ഗഗനമേ വ്യോമമേ സുരസിദ്ധസ്ഥാനമേ വിഹായസേ നഭസ്സേ നമസ്കാരം. വള്ളത്തോളിന്റെ കവിതയാണ്. വാനമേ ഗഗനമേ വ്യോമമേ സുരസിദ്ധസ്ഥാനമേ വിഹായസേ നഭസ്സേ നമസ്കാരം. എന്തിനാ ആകാശമേ നമസ്കാരം എന്ന് പറഞ്ഞ പോരെ? എന്തിനാ ഇങ്ങനെ വാനമേ ഗഗനമേ വ്യോമമേ എന്നൊക്കെ പറഞ്ഞത്? അത് കണ്ടിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? വള്ളത്തോൾ ഒരു ശബ്ദ സൗഭകനാണ്. എവിടുന്ന് കിട്ടി ഈ ശബ്ദം? സംസ്കൃത ഭാഷ മലയാള ഭാഷയ്ക്ക് ഈ വ്യത്യസ്തമായ പദങ്ങളെ സംഭാവന ചെയ്തിട്ടുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളാണ് ഇവയൊക്കെ. ഇങ്ങനെ നോക്കുമ്പോൾ ഭാഷ എന്ന് പറയുന്നതിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. ഈ അർത്ഥതലങ്ങളെ പ്രയോജനപ്പെടുത്തി എന്നുള്ളതാണ് നമ്മുടെ പഴയകാല സാഹിത്യവും സാഹിത്യകാരന്മാരും നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പരിഷ്കാരം എന്ന് പറയും. ഇങ്ങനെ നോക്കുമ്പോൾ എന്താണ് ഭാഷ? അവരുടെ ചിന്താ പദ്ധതിക്ക് വിഷയമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അംശമായിരുന്നു എന്താണ് ഭാഷ, എന്തിനെയാണ് നമ്മൾ ശബ്ദം എന്ന് പറയുന്നത്, ശബ്ദം എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു വർണ്ണമാണോ, അതൊരു അക്ഷരം എന്ന് പറയുന്ന ഒരു അക്ഷരമാണോ, അതോ ഒരു പദമാണോ, അതോ ഒരു വാക്യമാണോ, എന്തിനെയാണ് നമ്മൾ ശബ്ദം എന്ന് പറഞ്ഞുകൊണ്ട് വ്യവഹരിക്കുന്നത് എന്ന് പഴയകാല സാഹിത്യകാർ നമ്മുടെ ഭാരതീയ ശാസ്ത്രകാരന്മാർ ചിന്തിക്കുകയും അവരാദ്യം തന്നെ ഉണ്ടാക്കി വെച്ച ഒരു സാധനം അവരാലോചിച്ചു, വർണ്ണമാണോ ശബ്ദം? വർണ്ണമാണ് ശബ്ദമെങ്കിൽ എന്താ കുഴപ്പം? വർണ്ണത്തെ ശബ്ദം എന്ന് പറഞ്ഞാൽ നമ്മള് ഒരു വർണ്ണം ഉച്ചരിച്ചാൽ തന്നെ രണ്ടാമത്തെ വർണ്ണം ഉച്ചരിക്കേണ്ട ആവശ്യമില്ല അല്ലെ? ഒരു വർണ്ണത്തിൽ നിന്ന് അർത്ഥബോധം ഉണ്ടാവുമെങ്കിൽ രണ്ടാമതൊരു വർണ്ണത്തെ ഉച്ചരിക്കാതെ തന്നെ നമുക്ക് അർത്ഥം മുഴുവൻ കിട്ടുന്ന അവസ്ഥ വരുമല്ലോ. അതുകൊണ്ട് വർണ്ണമാണ് ശബ്ദം എന്ന് പറയാൻ സാധ്യമല്ല എന്ന് അവർ പറയും.
അപ്പൊ പിന്നെ പദമാണോ ശബ്ദം? പദം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഒരു കുറെ വർണ്ണങ്ങളുടെ ഒരു സമൂഹമാണ് പദം എന്ന് പറയുന്നത്. അപ്പൊ വർണ്ണങ്ങളുടെ സമൂഹം എന്ന് പറഞ്ഞാൽ വർണ്ണം ഉച്ചരിച്ചു, അത് അവിടെ അവസാനിച്ചു. അടുത്ത വർണ്ണം ഉച്ചരിച്ചു, അത് അവിടെ അവസാനിച്ചു. അടുത്ത വർണ്ണം ഉച്ചരിച്ചു, അത് അവിടെ അവസാനിച്ചു. ഇങ്ങനെ ഈ വർണ്ണ സംഘാതം, വർണ്ണങ്ങളുടെ ഒരു കൂട്ടം എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമല്ല എന്നുള്ളത് കൊണ്ട് അതിനെയും നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? ശബ്ദം എന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നീട് അവരെന്ത് പറഞ്ഞു? അങ്ങനെയാണെങ്കിൽ ഒരു ശബ്ദം ഒരു വർണ്ണം ഉച്ചരിച്ചു, ആ വർണ്ണത്തിന്റെ ഒരു സംസ്കാരം ഉണ്ടായി. അടുത്ത വർണ്ണം ഉച്ചരിച്ചു, അതിന്റെ ഒരു സംസ്കാരം ഉണ്ടായി. ഇപ്പൊ ഉദാഹരണമായിട്ട് സരഹ എന്നുള്ളൊരു പദം, സ എന്നുള്ള സരസ് എന്നൊരു പദം മലയാളമാണ്. സരസ് എന്നൊരു പദം, സ ഉച്ചരിച്ചു, അതിന്റെ ഒരു സംസ്കാരം ഉണ്ടായി. രാന്ന് ഉച്ചരിച്ചു, അതിന്റെ ഒരു സംസ്കാരം ഉണ്ടായി. സരസ് ഉച്ചരിക്കുകയാണെങ്കിൽ അസ് എന്ന് ഉച്ചരിച്ചു, അതിന്റെ ഒരു സംസ്കാരം ഉണ്ടായി. ഈ സംസ്കാരം എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ഒരു അർത്ഥബോധം ഉണ്ടാക്കുന്നു എന്ന് എടുത്തൂടെ എന്ന് ചോദിക്കുകയാണ്. അവര് തന്നെ ഡിസ്കസ് ചെയ്യും ഇതൊക്കെ. എന്നിട്ട് പറയും എന്താണ്, അങ്ങനെയാണെങ്കിൽ ഈ എന്താണ് വർണ്ണങ്ങൾക്ക് നമുക്ക് ഒന്ന് കഴിഞ്ഞിട്ട് അടുത്ത വർണ്ണം, അത് വർണ്ണം കഴിഞ്ഞിട്ട് അടുത്ത വർണ്ണം എന്ന് പറയാം. പക്ഷെ അതുപോലെ നമുക്ക് ഒരിക്കലും ഒരു എന്താണ് സംസ്കാരത്തിന് ഈ സംസ്കാരം കഴിഞ്ഞിട്ട് അടുത്ത സംസ്കാരം, ആ സംസ്കാരം കഴിഞ്ഞിട്ട് അടുത്ത സംസ്കാരം അങ്ങനെ പറയാൻ പറ്റില്ല. അതായത് സംസ്കാരങ്ങൾക്ക് ഒന്നിനു ശേഷം മറ്റൊന്ന്, അതിനുശേഷം മറ്റൊന്ന് എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ എന്താ കുഴപ്പം എന്ന് ചോദിച്ചാൽ, സരസ് സരഹ എന്ന് ഉച്ചരിച്ചാൽ രസഹ എന്ന അർത്ഥം. സരസ് എന്ന് ഉച്ചരിച്ചാൽ അത് രസമാവാം. അതായത് രണ്ടാമത് വരുന്ന അക്ഷരം ഏതാ? സരഹ എന്നുള്ളതിന്റെ സരഹ എന്നുള്ള തിരിച്ചിട്ടാൽ രസഹ എന്നായി അല്ലെ. നദീ എന്നുള്ള പദം തിരിച്ചിട്ടാൽ ദീനഹ എന്നായി, അതായത് ദീനൻ എന്നർത്ഥം. ഇങ്ങനെ സംസ്കാരത്തിന് പൗർവാപര്യം പറയാണ്ടാവുമ്പോ വിപരീത സംസ്കാരം ഉണ്ടാവുക, വ്യത്യസ്തമായ അർത്ഥബോധം ഉണ്ടാക്കുക. അപ്പൊ അതും അല്ല ശബ്ദം എന്ന് പറയും. അപ്പൊ ശബ്ദം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിന് അവർ ഉത്തരം പറയും. ശബ്ദം എന്ന് പറഞ്ഞാൽ സ്ഫോടസ്വരൂപമാണ്. ഇതാ ഞാൻ പറയുന്നത്. ഭാരതീയ ഭാഷാ ശാസ്ത്രജ്ഞന്മാരാകട്ടെ, സാഹിത്യകാരന്മാരാകട്ടെ, ശാസ്ത്രകാരന്മാരാകട്ടെ, അതിലഭിരമിക്കുക എന്നുള്ളതല്ല, എല്ലാത്തിൻ്റെയും ഉള്ളിലുള്ള ഒരു സ്പന്ദത്തെ അതിനെ കണ്ടെത്തിക്കൊണ്ട് ആ സ്പന്ദത്തിൽ നിന്ന് ബാക്കിയുള്ളതിനെ പറയാൻ അവര് ശ്രമിച്ചു എന്നുള്ളതാണ്. അതായത് അവര് പറയുന്നത് എന്താണ്? സ്ഫോടമാണ് ശബ്ദം. സ്ഫോടത്തെയാണ് ശബ്ദം എന്ന് പറയുന്നത്. എന്താണ് ഈ സ്ഫോടം? സ്ഫുടത്യർത്ഥം, അതായത് ഇതിൽ നിന്നാണ് ശബ്ദം ഉണ്ടാകുന്നത്, അർത്ഥം ഉണ്ടാകുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്ഫോടം എന്ന് പറയും. സ്ഫുട, അതായത് അർത്ഥം ഇതിൽ നിന്നുണ്ടാകുന്നു എന്നുള്ളത് കൊണ്ട് അതിനെ സ്ഫോടം എന്ന് പറയാം. സ്ഫുടത്യർത്ഥോ അസ്മാത് എന്നാണ് സംസ്കൃതത്തിൽ അതിന്റെ വിഗ്രഹം പറയുന്നത്. അതായത് ഇതിൽ നിന്ന് അർത്ഥം ഉണ്ടാകുന്നു. അതായത് എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ, കുറെ ശബ്ദങ്ങൾ തന്നെയാണല്ലോ. നേപ്പാളി ആയാലും ഇംഗ്ലീഷ് ആയാലും സംസ്കൃതമായാലും മലയാളമായാലും ഏത് ഭാഷ ആയിക്കോട്ടെ, ഈ ഭാഷയൊക്കെ എന്താണ്? ഒരേ സൗണ്ട്സിന്റെ വ്യത്യസ്തമായ കോമ്പിനേഷൻ അല്ലേ? ആലോചിച്ച് നോക്കൂ. ഒരേ സൗണ്ടിന്റെ വ്യത്യസ്തമായ കോമ്പിനേഷൻ ആണ് ഈ പറയുന്ന എല്ലാ ഭാഷയായിട്ട് നമുക്ക് വേർതിരിഞ്ഞു പോകുന്നത്. ഈ ഭാഷാ വ്യത്യാസങ്ങൾ, ഈ വ്യത്യസ്തമായ ഭാഷകൾ എല്ലാം തന്നെ എന്താണ് നമുക്ക് അർത്ഥബോധം ഉണ്ടാക്കുന്നത് നമുക്ക് അതുമായിട്ട് ഉള്ള പരിചയം വരുമ്പോഴാണ്. അപ്പൊ അതുകൊണ്ട് ഭാഷ എന്ന് പറയുന്നത്, അതായത് ശബ്ദം എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്, ഒരേ ശബ്ദസ്വരൂപമാണ്. ഈ ശബ്ദസ്വരൂപത്തിന്റെ വ്യത്യസ്തമായ കോമ്പിനേഷനെയാണ് നമ്മൾ വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കുന്നത് എന്നാണ് ഇവര് പറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ആലോചിച്ച് നോക്കിയാൽ ശരിയല്ലേ എന്ന് നമുക്ക് തോന്നും. അതായത് എന്താ, ഇപ്പൊ ഞാൻ പറയാം, ഒരു കുറെ സൗണ്ട്സ് നമ്മൾ ഇങ്ങനെ കേൾക്കുക. ഈ സൗണ്ടിന് വ്യത്യസ്ത രീതിയിൽ അടുക്കുമ്പോൾ അല്ലെ, വ്യത്യസ്ത രീതിയിൽ അടുക്കുമ്പോൾ തമിഴാവും, മലയാളാവും, അല്ലെങ്കിൽ സംസ്കൃതമാവും, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആവും, അല്ലെങ്കിൽ നേപ്പാളിയാവും. അതായത് ഇതിന്റെ ഒക്കെ ഉള്ള ആത്യന്തികമായ സത്ത എന്ന് പറയുന്നത് എന്താണ്? ഒന്ന് തന്നെയാണ്. ഈ ശബ്ദം എവിടെ നിന്നുണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ, ഭാരതീയ ശാസ്ത്രകാരന്മാർ 4 ശബ്ദങ്ങളെ 4ആയിട്ട് തിരിക്കുന്നു. പരാ, പശ്യന്തി, മധ്യമ, വൈഖരി എന്ന് പറയും. പരാ, പശ്യന്തി, മധ്യമ, വൈഖരി, ഇങ്ങനെ 4 തരത്തിൽ ശബ്ദങ്ങളുണ്ട്. എന്താണ് പരാ?
അതായത് നമ്മൾ ശബ്ദം എടുക്കാൻ തുടങ്ങുമ്പോൾ നോക്കൂ, നമ്മുടെ വയറ് ഇങ്ങനെ ഒട്ടും. ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. അതായത് ശബ്ദം എടുക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മളെ വയറ് ഇങ്ങനെ ഒട്ടുന്നത് കാണാം. വയറ് ഒട്ടുമ്പോ അതായത് ഈ വായു ഉണ്ടല്ലോ, അതായത് എവിടെ നിന്നോ തുടങ്ങുന്ന വായുവാണ് മേലോട്ട് വന്ന് ഓരോ സാധനത്തെയും ഉദ്ദീപിപ്പിച്ചുകൊണ്ട് ഒരു സൗണ്ട് ആയിട്ട്, ധ്വനിയായിട്ട് പുറത്തേക്ക് വരുന്നത്. ഈ ശബ്ദം ഉള്ളിൽ ഏറ്റവും ഫസ്റ്റ്, ഏറ്റവും ആദ്യം ഇതെവിടെയാണ് ഉണ്ടാകുന്നത്? ആ വാക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പരാ എന്ന് പറയും. അതായത് മൂലാധാരത്തിലുള്ളതും മൂലാധാരത്തിലുള്ള വായു കൊണ്ട് നമ്മൾ എവിടെ നിന്നാണോ ശ്വാസം എടുക്കാൻ തുടങ്ങുന്നത്, ആ ശ്വാസം മൂലാധാരത്തിലുള്ള ശ്വാസത്തിൽ നിന്ന് തുടങ്ങി മേലോട്ട് ഇങ്ങനെ വരികയാണത് വായു. ഈ വരുന്ന വായു ആദ്യം സ്പന്ദശൂന്യമായി ബിന്ദുരൂപമായിട്ടിരിക്കുന്ന ആ വായു ആണ് ആദ്യം. അത് ആ വാക്കിനെ, അവിടെ നിന്ന് ഉത്ഭവിക്കുന്ന വാക്കിനെ നമ്മൾ പരാ എന്ന് പറയും. അവിടെ നിന്ന് കുറച്ചുകൂടി മേലോട്ട് വന്ന് നമ്മുടെ വയറ് ഒട്ടുന്ന അവസ്ഥ, വയറിന്റെ മുകളിൽ ഒട്ടുന്ന ഒരവസ്ഥ കാണാൻ നമ്മൾ സംസാരിക്കുമ്പോൾ വയറ് പിടിച്ചു വെച്ചിട്ടല്ലാതെ നമുക്ക് സംസാരിക്കാൻ സാധിക്കില്ല. അവിടെയുള്ള വായു കൊണ്ട് അഭിവ്യക്തമാകുന്ന ശബ്ദത്തെയാണ് എന്ത് പറയാ? പശ്യന്തി എന്ന് പറയും. അതിനുശേഷം എനിക്ക് എന്റെ മനസ്സിനുള്ളിൽ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ മനസ്സിനുള്ളിൽ മറ്റാരും കേൾക്കാതെ കുറെ കാര്യങ്ങൾ പറയും. ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ, ഈ പറയുന്ന ഒരു മനസ്സിനുള്ളിൽ പറയുന്ന ഈ സംഗതികളൊക്കെ തന്നെ മറ്റൊരാൾ കേൾക്കില്ല, പക്ഷെ അർത്ഥം എനിക്ക് വളരെ സ്പഷ്ടമായിട്ട് മനസ്സിലാവും. അതായത് എന്റെ ഉള്ളിൽ ഞാൻ എന്ത് പറയാനാണോ ആഗ്രഹിക്കുന്നത് അത് ആലോചിച്ചുകൊണ്ടാണ് ഞാൻ ശബ്ദം പുറത്തേക്ക് എടുക്കുന്നത്. പുറത്തുള്ള ധ്വനി കേൾക്കുമ്പോൾ മാത്രമാണ് നിങ്ങളിൽ ഓരോരുത്തർക്കും അത് മനസ്സിലാകുന്നത് എങ്കിലും ഈ ഉള്ളിലുള്ള ശബ്ദം എന്ന് പറയുന്ന സാധനം എന്താണ്? ഉള്ളിലുള്ള ഈ ശബ്ദം എനിക്ക് മാത്രം മനസ്സിലാകുന്ന, ജപിക്കുമ്പോൾ ഉള്ളിൽ മാത്രം എനിക്കിങ്ങനെ പറയാൻ സാധിക്കുന്ന ഒരു സൗണ്ട് എന്റെ ഉള്ളിൽ ഇങ്ങനെ അലയടിക്കുന്നു. ഓരോരുത്തരുടെ ഉള്ളിലും അലയടിക്കുന്നു. ആ ശബ്ദത്തെയാണ് മധ്യമ എന്ന് പറയുന്നത്. പുറത്തേക്ക് മറ്റുള്ളവർ കേൾക്കുന്നത് പോലെ പറയുന്ന ശബ്ദത്തെയാണ് വൈഖരി എന്ന് പറയുന്നത്. ഇങ്ങനെ 4 തരത്തിൽ ശബ്ദങ്ങളുണ്ട്. ഈ ആദ്യത്തെ 2 ശബ്ദങ്ങൾ വാഗ്ബ്രഹ്മയോഗികളുടെ സവികൽപക നിർവികൽപകമായിട്ടുള്ള സമാധിക്ക് വിഷയമാണ്. അതായത് നമ്മൾ ജപിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നാം കേൾക്കുന്ന അനാഹത ധ്വനി എന്ന് പറയും. ആ അനാഹത ധ്വനി അതിനെയാണ് എന്ത് പറയാ? അത് നമുക്ക് മനസ്സിലാവില്ല ആ സാധനം. പക്ഷേ വാഗ്ബ്രഹ്മയോഗികളുടെ നിർവികൽപ സവികൽപ സമാധിക്ക് വിഷയമാകുന്ന ഒരു ശബ്ദമാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ശബ്ദം എന്ന് പറയുന്നത്. അതിൽ നിന്ന് മേലോട്ട് വന്ന് എന്റെ മനസ്സിന് വിഷയമാകുന്ന, എന്റെ ഉള്ളിൽ എനിക്ക് മാത്രം കേൾക്കുന്ന തരത്തിൽ പറയാവുന്ന ഒരു ശബ്ദം എന്റെ ഉള്ളിൽ ഇരിക്കുന്നു. ആ ശബ്ദത്തെയാണ് മധ്യമ എന്ന് പറയുന്നത്. പുറത്തേക്ക് മറ്റുള്ളവർ കേൾക്കാവുന്ന തരത്തിൽ ഉച്ചരിക്കുന്ന ശബ്ദത്തെയാണ് വൈഖരി. ഇപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഞാൻ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ നാദം എന്ന് പറയുന്ന സാധനമാണ് ധ്വനി അഥവാ വൈഖരി എന്ന് പറയുന്നത്. ഈ വൈഖരി എന്ന് പറയുന്നത് നമ്മൾ ചെണ്ടപ്പുറത്തിട്ട് അടിക്കും പോലെ അതിനെന്തില്ല, നിരർത്ഥകമാണ് എന്ന് പറയും. അർത്ഥബോധം ഉണ്ടാക്കാൻ സഹായിക്കുക മാത്രമാണ് അത് ചെയ്യുന്നത്. സത്യത്തിൽ അർത്ഥബോധം ഉണ്ടാവുന്നത് നമ്മളുടെ എന്താ പറയാ മധ്യമാനാദമാണ്, സൂക്ഷ്മതരമാണ്. നമ്മൾ ചെവി അടച്ചു വെച്ചാലും ജപാദികളിലും ബുദ്ധിക്ക് വിഷയമാകുന്നതാണ്, ശബ്ദബ്രഹ്മരൂപമാണ്. അതിനെയാണ് സ്ഫോടം. ആ മധ്യമാനാദമാണ് സ്ഫോടത്തെ വ്യഞ്ജിപ്പിക്കുന്നത്, അതായത് സ്ഫോടത്തിൽ നിന്ന് അർത്ഥബോധം ഉണ്ടാക്കുന്നത് എന്നാണ്. അതുകൊണ്ട് അനാദിനിധനം ബ്രഹ്മ ശബ്ദതത്വം യത് അക്ഷരം വിവർത്തതേ അർത്ഥഭാവേന പ്രക്രിയ ജഗതോയിക. അതായത് ശബ്ദതത്വം, അക്ഷരം എന്ന് പറയുന്ന സാധനം ഇതാണ്. അക്ഷരം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചാൽ ഉത്പത്തിയും വിനാശവും ഇല്ലാത്തതും അർത്ഥഭാവത്തിൽ ഈ ലോകത്ത് പുറത്തേക്ക് എല്ലാ പ്രക്രിയകൾക്കും കാരണമായിട്ടിരിക്കുന്നതും ഈ കാണുന്ന സകല സംഗതികളും ഉണ്ടായിട്ടുള്ളതും ഒക്കെയായ ഒരു എന്താ പറയാ വാക് സ്വരൂപത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ശബ്ദം എന്ന് പറയുന്നത്. അത് അക്ഷരമാണ്. അക്ഷരം എന്ന് പറഞ്ഞാൽ എന്താ? നാശമില്ലാത്തത് എന്നർത്ഥം. നക്ഷരതി ഇത്യക്ഷരം എന്ന നാശമില്ലാത്തതാണത്. അതിനൊരിക്കലും നാശം സംഭവിക്കുകയേയില്ല. ഇങ്ങനെയൊക്കെ നമ്മുടെ എന്താ പറയുന്നു, ഈ നമ്മുടെ ഭാരതീയരായ ഭാഷാശാസ്ത്രജ്ഞർ വിലയിരുത്തുന്നു.
ഇന്ന് നാം പഠിക്കുന്ന ഭാഷാശാസ്ത്രത്തിന്റെ എത്രയോ അതീതമായിട്ടുള്ള ഒരുപാട് ചിന്തകളെ ഈ ഭാഷാശാസ്ത്രജ്ഞർ ഉപസ്ഥാപനം ചെയ്യുന്നത് നമുക്ക് കാണാം. അതിലെ ആദ്യത്തെ ഒരു സംഗതി എന്ന് പറയുന്നത്, ഭാഷ കേൾക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് അർത്ഥം ഉണ്ടാകുന്നത്. അതായത് ഒരു സാധനം, പുസ്തകം എന്ന് പറയുന്ന സാധനം, ഈ വസ്തു കാണുമ്പോൾ പുസ്തകം എന്ന് പറയാം, നമുക്ക് ഇതൊരു പുസ്തകമാണ് എന്ന് പറയാമല്ലോ. ഈ പുസ്തകം എന്നുള്ള പദം ഈ വസ്തുവിനെ, ഈ സാധനത്തെയാണ് ധ്വനിപ്പിക്കുന്നത്, ഈ അർത്ഥത്തെയാണ് ധ്വനിപ്പിക്കുന്നത്. അതെങ്ങനെയാണ് ഉണ്ടായതെന്ന് ചോദിച്ചാൽ അതിന് അഭിധ എന്ന് പറഞ്ഞ ഒരു വ്യാപാരം അവിടെ ഉണ്ട് എന്ന് പറയും. അതിനുശേഷം നമുക്ക് ഇങ്ങനെ അല്ലാതെയും ഇപ്പൊ നേരിട്ടുള്ള അർത്ഥം, അതാണ് അഭിധ കൊണ്ട് കിട്ടുന്നത്. നേരിട്ടുള്ളതല്ലാത്ത അർത്ഥം, എന്റെ വീട് ആ നദിയിൽ തന്നെയാണ് എന്ന് പറഞ്ഞാൽ നദിയിൽ ആരാഞ്ഞ് വീടുണ്ടാക്കും? ഒരിക്കലും സാധ്യമല്ല. നദിയിൽ തന്നെയാണെന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നദിയുടെ തൊട്ടടുത്താണ് എന്റെ വീട് എന്നുള്ളത്. അപ്പൊ നദി എന്നുള്ള ശബ്ദം ഏതർത്ഥത്തെ ബോധിപ്പിക്കുന്നു? നദിയുടെ അടുത്ത് എന്നുള്ള അർത്ഥത്തെ ബോധിപ്പിക്കുന്നു. അങ്ങനെ ഒരു അർത്ഥത്തെ ബോധിപ്പിക്കുന്ന ആ ഒരു വ്യാപാരത്തെയാണ് ലക്ഷണ എന്ന് പറയുന്നത്. പിന്നെ ഇതും ഒക്കെ അപ്പുറത്ത് ഈ വേറൊരു അർത്ഥബോധം, അർത്ഥതലങ്ങളിലേക്ക് വ്യാപരിക്കുന്ന ഒരു വ്യാപാരം കൂടി ഇവർ രേഖപ്പെടുത്തും. അതായത് അതിന് വ്യഞ്ജന എന്ന് പറയും. അതായത് അതെന്താന്ന് ചോദിച്ചാൽ, നമ്മള് നിശാഗന്ധി നീ എത്ര ധന്യ എന്ന് കേട്ടിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ. ഒരു നല്ല സൂപ്പറായിട്ടുള്ള ഒരു കവിതയാണ് ONV കുറുപ്പ് എഴുതിയ. അതായത് രാത്രി മാത്രം വിടരുന്ന ഒരു പൂവാണ് നിശാഗന്ധി എന്ന് പറയുന്നത്. ഈ രാത്രി മാത്രം വിടർന്നു നിൽക്കും, രാവിലെ ആകുമ്പോഴത്തേക്ക് ഈ പൂവ് കൂമ്പിപ്പോവും. അതായത് രാവിലെ ഈ പുഷ്പത്തിന് എന്തില്ല, പ്രകാശമില്ല. അങ്ങനെ കൂമ്പിപ്പോകുന്ന ഈ പുഷ്പം രാത്രി മാത്രം വിടർന്നു നിൽക്കുന്നു. വളരെ മനോഹരമായി വെള്ള നിറത്തിൽ വിടർന്നു നിൽക്കുന്ന ഈ നിശാഗന്ധി എന്ന് പറയുന്ന പൂവ് രാവിലെ അത് കൊഴിഞ്ഞു പോകുന്നു, രാവിലെ ആകുമ്പോഴത്തേക്ക് അത് കൂമ്പിപ്പോകുന്നു. അപ്പൊ അതിന്റെ ചേതോ വികാരത്തെ, അതിനെ വർണ്ണിക്കുന്ന ഒരു വികാരത്തെ രേഖപ്പെടുത്തുന്ന ഒരു പദ്യമാണ് ONV കുറുപ്പിന്റെ. അതിന്റെ അവസാനത്തെ വരികൾ ഇങ്ങനെയാണ്: ഇവർക്കന്ധകാരം നിറഞ്ഞോടുക്കപ്പെടുമ്പോൾ ജനിച്ചെന്ന തെറ്റിന്നു ജീവിക്കുകെന്നേ വിധിക്കപ്പെടുമ്പോൾ തമസ്സിൻ തുരുമ്പിച്ച കൂടാരമൊന്നിൽ തളച്ചിട്ട ദുഃഖങ്ങൾ ഞങ്ങൾ കവാടം തകർത്തെത്തുമേതോ സഹസ്രാംശുവെ കാത്തസ്തമിക്കുന്ന മോഹങ്ങൾ ഞങ്ങൾ. അർത്ഥം നോക്കൂ, വാക്കിൽ നിന്നുണ്ടായിട്ടുള്ള അർത്ഥം നോക്കൂ. ഭയം നുറ്റുനോക്കുന്നു ഹാ മൃത്യുവേ, നീ സ്വയം മൃത്യുവ കൈവരിച്ചോരു കന്യ നിശാഗന്ധി നീ എത്ര ധന്യ. എത്ര മനോഹരമായിട്ടാണ് നിശാഗന്ധിയുടെ വികാരമാണ് അത് ബോധിപ്പിച്ചത് എങ്കിൽ പോലും എന്തിനെയൊക്കെ അത് പറയുന്നു, ആരോടൊക്കെ ആ കവിത സംവദിക്കുന്നു, എത്രത്തോളം അർത്ഥതലങ്ങളിലൂടെ അത് സഞ്ചരിക്കുന്നു നോക്കൂ. ആ വാക്കിൽ നിന്ന് അതിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള അർത്ഥമാണോ അത്? ഇവർക്ക് അന്ധകാരം നിറഞ്ഞോടുക്കപ്പെടുമ്പോൾ, ആലോചിച്ച് നോക്കൂ, ജനിച്ചെന്ന തെറ്റിന്നു ജീവിക്കുകെന്നേ വിധിക്കപ്പെടുമ്പോൾ. ആരാണ്? നിശാഗന്ധിയാണ്. നിശാഗന്ധി മാത്രമല്ലല്ലോ അങ്ങനെ വിധിക്കപ്പെടുന്നത്, അല്ലെ? എത്ര ആയിരം ജീവിതങ്ങൾ ഇങ്ങനെ പോകുന്നു. നിശാഗന്ധി എന്നുള്ള പേരിൽ ആരെയായിരിക്കും കവി ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? എന്തൊക്കെ അർത്ഥങ്ങൾ നമുക്ക് ആ ഒരു വാക്കിന്, ആ ഒരു ശ്ലോകത്തിന് പറയാം. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോ, കവിതയ്ക്ക് പറയാം, ഇങ്ങനെ നോക്കുമ്പോ ഒരു ഭാഷ എന്ന് പറയുന്നത് എന്തിനെയാണ്, ഏതൊക്കെ അർത്ഥതലങ്ങളിലേക്കാണ് സംവദിക്കുക? തന്നെയല്ല, ജനിച്ചെന്നത് ഇവർക്ക് അന്ധകാരം പ്പെടുമ്പോൾ ജനിച്ചെന്ന തെറ്റിന്നു ജീവിക്കുകെന്നേ വിധിക്കപ്പെടുമ്പോൾ തമസ്സിൻ തുരുമ്പിച്ച കൂടാരമൊന്നിൽ തളച്ചിട്ട ദുഃഖങ്ങൾ ഞങ്ങൾ കവാടം തകർത്തെത്തുമേതോ സഹസ്രാംശുവെ കാത്തസ്തമിക്കുന്ന മോഹങ്ങൾ ഞങ്ങൾ. എന്നുറ്റു നോക്കുന്നു ഹാ മൃത്യുവേ, നീ സ്വയം മൃത്യുവ കൈവരിച്ചോരു കന്യ നിശാഗന്ധി നീ എത്ര ധന്യ. എത്ര മനോഹരമായിട്ടാണ് ഭാവസംവേദനം നടത്തുന്നത് കവിത, അഥവാ ശബ്ദങ്ങൾ അതിന്റെ അർത്ഥതലങ്ങളിലേക്ക് സഞ്ചരിക്കുന്നത് എന്നു. ഇതിനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അക്ഷരങ്ങൾ ഇല്ലാതാവുന്നതിലൂടെ,
വർണ്ണങ്ങൾ ഇല്ലാതാവുന്നതിലൂടെ നഷ്ടപ്പെടുത്തുന്നത് എന്നാലോചിക്കും. അതായത് നമ്മുടെ ആദ്യകാല സാഹിത്യകാരന്മാർ തുടങ്ങി ഈ കാലഘട്ടം വരെ ഉള്ള സാഹിത്യകാരന്മാർ വരെ നിർമ്മിച്ചു വച്ചിട്ടുള്ള ഒന്നും നമുക്ക് ആവശ്യമില്ല എന്ന് നമ്മൾ ആവർത്തിക്കുമ്പോൾ ആദ്യം നമുക്ക് അക്ഷരം വേണ്ട, അല്ലേ? എന്നിട്ട് നമ്മൾ ഇങ്ങനെ മുതലക്കണ്ണീര് കൊടുക്കും. എന്താ മുതലക്കണ്ണീര് എന്ന് ചോദിച്ചാൽ, മലയാള ഭാഷ ആർക്കും വേണ്ടാതെയായി, മലയാള ഭാഷ എന്താണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, പുതിയ സമൂഹത്തിന് മലയാളം എഴുതാൻ അറിയില്ല, മലയാളം പഠിക്കാൻ അറിയില്ല. എങ്ങനെ ഇങ്ങനെയായി? അത് ആലോചിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അതായത് നമ്മുടെ ഭാഷയും സംസ്കാരവും നമുക്ക് പകർന്നു തന്നിട്ടുള്ള മഹത്തായ ഒരു ചിന്താധാരയുണ്ട്. അത് നമ്മൾ കൈവെടിയാൻ എപ്പോ ആരംഭിക്കുന്നുവോ തീർച്ചയായിട്ടും നമ്മുടെ ഭാഷ, നമ്മുടെ സംസ്കാരം അത് എവിടെ നിന്നോ എത്രയോ കാലമായി തുടങ്ങിയിരിക്കുന്ന ഒരു പരിശ്രമം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് ഈ ഒരു വിദ്യാരംഭ സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ട കാര്യം എന്താണ് ഈ സാഹിത്യകാരന്മാർ നമുക്ക് നൽകിയിട്ടുള്ളത് എന്നുള്ള തിരിച്ചറിവാണ്. അതായത് എന്തിനു വേണ്ടി നമ്മുടെ ഇത്രയും അക്ഷരങ്ങൾ നിലനിൽക്കണം, എന്തിനു വേണ്ടി ഭാഷ ഈ അർത്ഥതലങ്ങളിലേക്ക് സഞ്ചരിക്കണം, എന്താണ് ഈ അർത്ഥതലങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്തെന്ന് പറയും, ഒരു അലങ്കാരത്തിന് വേണ്ടി പറയും. ആരാണ്? എഴുത്തച്ഛൻ മലയാള ഭാഷയുടെ പിതാവാണ്, അല്ലെ? ഒരു അലങ്കാരം. ഏതെങ്കിലും ലോകത്തൊരു ഭാഷയ്ക്ക് ഒരു പിതാവുണ്ടോ? ആലോചിച്ച് നോക്കൂ. ലോകത്ത് ഏതെങ്കിലും ഒരു ഭാഷയ്ക്ക് ഒരു പിതാവുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും? ഒരു പിതാവാണ് സൃഷ്ടിച്ചത് നമുക്ക് പറയാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. കാരണം ഭാഷ സൃഷ്ടിച്ചത് എഴുത്തച്ഛനൊന്നുമല്ല. എഴുത്തച്ഛന്റെ കാലത്തിന്റെ മുൻപേ ഭാഷയുണ്ട്. പക്ഷേ എഴുത്തച്ഛൻ എങ്ങനെ ഭാഷാ പിതാവായി എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അതിനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ക്രാന്തദർശിയായ ഒരു ക്ലാസിക് കവി. അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് ചെറിയ കാര്യങ്ങളല്ല. അദ്ദേഹത്തിന്റെ തന്നെ വാക്ക് കടമെടുത്ത്, ഭാഷ കടമെടുത്താൽ അർക്കാനലാതി വെളി ഒക്കെ ഗ്രഹിക്കും ഒരു കണ്ണ്. ആ കണ്ണിന്, അതിന് കണ്ണായ മനസ്സ്, ആ മനസ്സിനും കണ്ണായ തന്നെയും ഇപ്രകാരം നമ്മുടെ കാഴ്ചകളിൽ ഒരു പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് വിവേകത്തിന്റെ, വിജ്ഞാനത്തിന്റെ, സ്വത്വത്തിന്റെ ഒരു കാഴ്ച ഈ കവി നമുക്ക് കാണിച്ചു തന്നു എന്നുള്ളതാണ്. തന്നെയല്ല, ഒരു ശരിക്കും പറഞ്ഞാൽ ചെറുശ്ശേരി എന്ന് പറയുന്ന കവി ഇദ്ദേഹത്തിന്റെ മുൻപേ ആണ് എന്ന് പറയപ്പെടും, അല്ലെ? ചെറുശ്ശേരി നല്ല കടഞ്ഞ് ചിന്തയിലിട്ട മലയാളത്തിൽ കവിത എഴുതി എന്നൊക്കെ പറയുന്ന സാഹിത്യകാരന്മാരെ നമുക്ക് കാണാം. ശരിക്കും പറഞ്ഞാൽ ചെറുശ്ശേരി മനോഹരമായ ഭാഷയിൽ കവിത എഴുതി. പക്ഷേ എന്താണ്, നമ്മുടെ KP ശങ്കരൻ സാറിനെ പോലെയുള്ളവര് ഒറ്റക്കോഴി കൂവുന്നത് കൊണ്ട് പുലരില്ലല്ലോ രാവ് അദ്ദേഹം പറയുന്നതാണ്. അതും അന്നിവിടെ തങ്ങി നിന്ന ഒരു രാവിന്റെ ഇരുട്ട് അത്ര കനത്തതുമായിരുന്നു എന്നാണ്. ഒരു പക്ഷേ മാർദ്ദവം കുറെ കൂടിപ്പോയത് കൊണ്ട് ആ മധുര ഭാഷ മനസ്സിൽ പതിയാതെ വഴുതിപ്പോവുകയാണ് ചെയ്തത് എന്നുണ്ടോ എന്നൊക്കെ നമ്മുടെ KP ശങ്കരൻ സാറ് എന്താണ് ഇദ്ദേഹത്തെ കുറിച്ച് പറയും, നമ്മുടെ കൃഷ്ണഗാഥാകാരനെ കുറിച്ച്. എന്തൊക്കെ ആയാലും ഈ ഭാഷയുടെ പിതാവ് എന്ന് പറയുന്ന വിശേഷണം തീർച്ചയായിട്ടും എഴുത്തച്ഛന് യോജിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതായത് അതിന്റെ പിന്നിൽ ഒരു സാംസ്കാരിക നവോത്ഥാനം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. പൊതുവെ കവിതയെ അല്ലെങ്കിൽ സാഹിത്യകൃതിയെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അധികം ആരും ശ്രദ്ധിക്കാത്ത ചില അംശങ്ങളുണ്ട്. അതായത് അത് ആ അംശങ്ങളെ പ്രത്യേകിച്ച് പ്രാചീന കവിതകളിൽ ഇന്നൊന്നും അങ്ങനെ ഒരു കവിത ഇല്ല. കാരണം എന്താ? കാരണം ഈ സാധനം വൃത്തം, മഹാപരാധം. വൃത്തം എന്ന് പറയുന്ന മഹാപരാധം. അക്ഷരങ്ങൾ ഇങ്ങനെ വ്യത്യസ്തമായിട്ട് ഉച്ചരിക്കുന്നത് അതിലും വലിയ അപരാധം. പിന്നെ എങ്ങനെയാണ് ഭാഷ വളരുന്നത് എന്ന് ചോദിച്ചപ്പോ പ്രാചീന കവിതകൾ അവരുപയോഗപ്പെടുത്തുന്ന സവിശേഷമായ ശൈലിയിലുള്ള ചില അവ്യയങ്ങൾ, നിപാതങ്ങൾ, അനുപ്രയോഗങ്ങൾ, ഇവയൊക്കെ ഒരു ഭാഷയുടെ ജീവനാണ് എന്ന് പറയപ്പെടും. അതായത് വ്യക്തമാക്കാൻ വിഷമമുള്ള ഒരു ചൈതന്യം എന്താണ് എന്ന് ഈ പറയുന്ന അവ്യയങ്ങൾ, നിപാതങ്ങൾ, അനുപ്രയോഗങ്ങൾ ഇവയൊക്കെ വ്യക്തമാക്കാൻ വിഷമമായിട്ടുള്ള ഒരു ചൈതന്യം അത് പലപ്പോഴും കുടികൊള്ളുന്നത് ഇത്തരത്തിലുള്ള പ്രത്യേകതകളിലായിരിക്കും എന്നുള്ളതാണ്. അതായത് ഭാവത്തിന്റെ മുഖഛായ പകരുന്നത് അല്ലെങ്കിൽ ഭാവത്തിന്റെ മുദ്ര പതിപ്പിക്കുന്നത് ഇത്തരം പ്രയോഗവിശേഷങ്ങളാണ്. അധ്യാത്മരാമായണവും മഹാഭാരതവും പരിശോധിച്ചാൽ നമുക്ക് അവിതർക്കിതമായിട്ട്
എടുത്തു പറയാൻ സാധിക്കുന്ന ഒട്ടേറെ പ്രത്യേകതകൾ കാണാൻ സാധിക്കും. ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ എന്താണ് രാമായണത്തില് എഴുത്തച്ഛൻ പറയുന്ന രാമായണത്തിന്റെ ഭാഗത്ത് അദ്ദേഹം കൈകേയി രാമനെ കാട്ടിലേക്ക് അയക്കണം എന്ന വരം വാങ്ങി പിന്നെ അദ്ദേഹം ആകപ്പാടെ, അതായത് ദശരഥൻ ആകപ്പാടെ വല്ലാതെ വിഷമിച്ച് ഇങ്ങനെ കിടക്കുന്ന ഒരു സന്ദർഭത്തിൽ എഴുത്തച്ഛൻ ഉപയോഗിക്കുന്ന കുറച്ച് വരികളുണ്ട്. എന്താണ്? എന്നിത്തരം പല ജാതി പറകയും കണ്ണുനീരാലോല വാർത്തു കരകയും നന്നായി മുറുകെ തഴുകയും പിന്നെ ചുടുചുടേ ദീർഘമായി വീർക്കയും. ആലോചിച്ച് നോക്കൂ. അതായത് കേൾക്കുമ്പോ നമുക്ക് ഒന്നും തോന്നുന്നില്ല അല്ലെ? എന്നിത്തരം പല ജാതി പറകയും കണ്ണുനീരാലോല വാർത്ത് കരകയും നന്നായി മുറുകെ തഴുകയും പിന്നെ ചുടുചുടേ ദീർഘമായി വീർക്കയും. എന്താണ് ഈ ആലോല വാർത്ത് കരയ? ഒരു ഡിക്ഷണറി എടുത്തൊന്ന് പരിശോധിച്ച് നോക്കൂ. ആലോല വാർക്കുക എന്നുള്ളൊരു വാക്ക് കാണാൻ പറ്റുമെന്ന്. മുറുകെ തഴുകുക, ചുടുചുട വീർക്കുക എന്നൊക്കെ ഉള്ളത് നമുക്ക് കാണാൻ പറ്റുമോ നോക്കൂ. എന്താണ് അതിന്റെ അർത്ഥം? അതായത് ഈ പ്രയോഗങ്ങൾ എത്ര പ്രസന്നവും സ്പഷ്ടവുമായിട്ടാണ് ഭാവസംവേദനം നടത്തുന്നത് നോക്കൂ. അതായത് എഴുത്തച്ഛന് എന്റെ ഭാഷയിൽ ദശരഥന്റെ കിടപ്പ് എങ്ങനെയാണ്? അയ്യോ, ഈ ദുഷ്ടയായ ഈ സ്ത്രീ ഇങ്ങനെയായി അങ്ങനെയായി എന്നൊക്കെ പറഞ്ഞിട്ട് ദശരഥൻ വല്ലാതെ വിഷമിച്ച് നിലവിളിച്ച് എന്നിത്തരം പല ജാതി പറകയും കണ്ണുനീരാലോല വാർത്ത് കരകയും. നമുക്ക് മനസ്സിലാവും, മലയാളികൾക്ക് മനസ്സിലാവും എന്താണ് ആ ഭാവസംവേദനം. അതായത് ആലോല എന്ന വാക്കിന്റെ അർത്ഥം പറയാൻ നമുക്ക് സാധ്യമല്ല. ഇതുപോലെ അർത്ഥം പറയുന്ന ഒരു പാകം വിട്ട് അനുഭവം പകരുന്ന കാവ്യഭാഷയുടെ സായുജ്യത്തിലേക്ക് ഇത് ഉയരുന്നത് നമുക്ക് കാണാം എന്നുള്ളതാണ്. തന്നെയല്ല, സംസ്കൃത ഭാഷയിൽ കാണുന്ന ചില പ്രത്യയങ്ങളെ ഇതിനെയൊക്കെ മലയാളത്തിലേക്ക് പറിച്ചു നടാൻ ബുദ്ധിമുട്ടാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും. അപ്പൊ അതിന് പകരം എന്ത് ചെയ്തു? ഈ പ്രയോഗങ്ങളൊക്കെ സാധാരണ മലയാളികൾക്ക് മനസ്സിലാവാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിനെന്താണ് ഒരു വഴി എന്ന് ആലോചിച്ചപ്പോ ഉദാഹരണം ഞാൻ പറയാം. സംസ്കൃതത്തില് ആഭീക്ഷ്ണിയ നമുൽ എന്ന് പറയുന്ന ഒരു പ്രത്യയമുണ്ട്. നമുൽ എന്ന് പറയുന്ന പ്രത്യയം ആഭീക്ഷ്ണ്യമാണ് അതിന്റെ അർത്ഥം. അതായത് വീണ്ടും വീണ്ടും ഉണ്ടാവുക എന്നുള്ളതാണ് ആഭീക്ഷ്ണ്യം എന്ന പദത്തിന്റെ അർത്ഥം. വീണ്ടും വീണ്ടും ഉണ്ടാവുക എന്നുള്ളത് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രത്യയമാണ് നമുൽ. അതിന്റെ ഉദാഹരണം ഗായം ഗായം, സ്മാരം സ്മാരം എന്നൊക്കെയാണ് അതിന്റെ പ്രയോഗവിശേഷങ്ങൾ. അതായത് വീണ്ടും വീണ്ടും ഓർമ്മിച്ചുകൊണ്ട് ഗായം ഗായം, പാടി പാടി പാടി. ഇത് നമുക്ക് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മുടെ നാരായണീയത്തില് മേൽപ്പത്തൂര് ഏറ്റവും മഹാപണ്ഡിതനായിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ടാണ് അദ്ദേഹത്തെ പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രയോഗം കേട്ടാൽ ആദ്യ ഭാഗത്ത് അദ്ദേഹത്തിന് അസുഖം അങ്ങോട്ട് വർദ്ധിച്ചു വല്ലാതെ വിവശനായി ഒരു അല്പം പോലും അനങ്ങാൻ സാധിക്കാതെ നിൽക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറയും, ഗതക്ലിഷ്ടം കഷ്ടം തവ ചരണ സേവാരസഭരേപ്യനാസക്തം ചിത്തം ഭവദിവദ വിഷ്ണോ ഗുരുദയാം ഭവത്പാദംഭോജസ്മരണരസികോ നാമ നിവഹൻ അഹം ഗായം ഗായം കുഹജന വിവത്സ്യാമി വിജനേ. അതായത് ഏതെങ്കിലും ഒരു മൂലയിൽ ഒരു ഇത്തിരി അനങ്ങാൻ വയ്യ, ഇരിക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ, കിടക്കാൻ വയ്യ, ഭഗവാന്റെ നാമം ഉച്ചരിക്കാൻ പോലും വയ്യ. അപ്പൊ ഞാൻ അങ്ങയുടെ നാമത്തെ പാടി 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 ഏതെങ്കിലും ഒരു മൂലയിൽ ഇരുന്നു കൊള്ളാം ഭഗവാനെ. ഗായം ഗായം, ആഭീക്ഷ്യം, വീണ്ടും പാടി 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 ഏതെങ്കിലും ഒരു മൂലയിൽ ഞാൻ ഇരുന്നു കൊള്ളാം ഭഗവാനെ. അതിനുള്ളൊരു ആരോഗ്യമെങ്കിലും എനിക്ക് തരയണമേ എന്ന് ഹൃദയം പൊട്ടി നിലവിളിച്ച് കരയുന്ന സ്ഥലത്ത് ആ കരുണരസത്തെ ഉദ്ദീപിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പ്രത്യയം അദ്ദേഹം ഉപയോഗിക്കുന്നത്. ഇതേ സാധനത്തെ നമ്മൾ എന്താണ് പറയാ, ഈ കശിപുവിനെ കൊല്ലുന്ന സ്ഥലത്ത് നരസിംഹം ചാടി വീണ് ഹിരണ്യകശിപുവിനെ കൊല്ലുന്ന ഒരു രംഗമുണ്ട് നാരായണീയത്തില്. അവിടെ ഭ്രാമ്യന്തം ദിവിജാധമം പുനരപി പ്രോഗൃഹ്യതോർഭ്യാം ദ്വാരേ ധോര്യുഗേ നിപാത്യ നഗരാൻ യുദ്ധായ വക്ഷോ ഭുവി നിർഭിന്ദന്നധിഗർഭരജളദ്രക്താംബുബദ്ധോത്സവം പായം പായമുദൈരയോ ബഹുജഗത് സംഹാരി സിംഹാരവാൻ എന്ന്
അതായത് എന്താണ്, ഭ്രാമ്യന്ന ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന അധമനായ ദിതിജനെ ഇങ്ങോട്ട് പിടിച്ചിട്ട്, അല്ലെ, പുനരഭിപ്രോഗ്രി ദ്വാരേധോരയുഗേ അദ്ദേഹത്തിന്റെ ഈ വക്ഷസ്സിലേക്ക് ഈ തന്റെ കൈകളെ അങ്ങോട്ട് കുത്തിയിറക്കി ആ മാരടം പിളർന്ന് അതിനകത്തുനിന്ന് ചീറ്റിത്തെറിക്കുന്ന രക്തത്തെ പായം പായം ധൈരയോ ബഹുജഗത് സംഹാരി സിംഹാരവാൻ അതങ്ങോട്ട് കുടിച്ചിട്ട് അലറിയിട്ട് സിംഹത്തിന്റെ ഒരു ഇതിൽ ഗർജിച്ച് അങ്ങോട്ട് നിന്നു എന്നാണ്. എത്ര ഒരു ഭയാനകമായ സന്ദർഭമാണെന്ന് ആലോചിച്ചു. കുടിച്ചിട്ടും കുടിച്ചിട്ടും ഈ രക്തം കുടിച്ചിട്ട് മതിവരാതെ കുടിക്കുക. ഈ സന്ദർഭത്തെ കാണിക്കാൻ വേണ്ടി പായം പായം ആഭീക്ഷണ മുൽ എന്ന് പറഞ്ഞ പ്രത്യയമാണ് അവിടെ മേൽപ്പത്തൂർ ഉപയോഗിക്കുന്നത്. ഈ സാധനത്തെ മലയാളത്തിലേക്ക് പറിച്ചു നടാൻ യാതൊരു അത്ര എളുപ്പമല്ല എന്ന്, ഇങ്ങനെയൊന്നും പ്രത്യയായിട്ടൊന്നും മലയാളത്തിന് പറ്റില്ല. പക്ഷെ എത്രയോ പ്രത്യയങ്ങളെയും അതിനെയും പ്രകൃതിയൊക്കെ എടുത്തിട്ടുണ്ട് മലയാള ഭാഷ. അപ്പൊ ഇതേ സന്ദർഭത്തെ ഇതേപോലെ തന്നെ നമുക്ക് അനുഭവപ്പെടുത്തുന്ന ഒരു പക്ഷെ മലയാള സാഹിത്യത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ബീഭത്സ വർണ്ണന ഏതാണെന്ന് ചോദിച്ചാൽ അത് ദുശാസന വധമാണ്. മഹാഭാരതത്തിലെ ദുശാസന വധമാണ്. ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. അതായത് ദുശാസനെ അത്രയും കാലം എന്താണ് പിന്നെ ഒരിക്കലും ഇവരെ കൊല്ലാൻ ശ്രമിച്ചു, പാണ്ഡവരെ പലതരത്തിൽ കൊല്ലാൻ ശ്രമിച്ചു. പിന്നെ തന്നെയല്ല, നിറഞ്ഞ സഭയിൽ വെച്ച് ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപം നടത്താൻ ശ്രമിച്ചു. പിന്നെ ഒരുപാട് സന്ദർഭങ്ങളിൽ ഇവർക്ക് എന്തൊക്കെ പാണ്ഡവരോട് കാണിച്ചു. അവസാനം ദ്രൗപദി വസ്ത്രാക്ഷേപത്തിന്റെ സന്ദർഭത്തിലാണല്ലോ ഭീമൻ പ്രതിജ്ഞ എടുക്കുന്നത്. ഈ പ്രതിജ്ഞ, ഞാൻ നിന്നെ കൊന്ന് നിന്റെ രക്തം കുടിച്ച് ആ രക്തം തടവിയാലെ ഞാൻ എന്റെ മുടി കെട്ടുമെന്ന് ഗാന്ധാരി ദ്രൗപദിയും അത് ഞാൻ ഉറപ്പായിട്ടും പിളർന്നെടുക്കുന്ന ഭീമനും ഭയങ്കരമായ ഭയാനകമായ പ്രതിജ്ഞയാണ്. ഈ പ്രതിജ്ഞ കഴിഞ്ഞ് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ ഭീമൻ ഈ ദുശാസനനെ കൊല്ലുന്ന ഒരു രംഗമുണ്ട്. മലയാള സാഹിത്യത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ബീഭത്സ വർണ്ണന, സംസ്കൃതത്തിന്റെ അനുകരണമായിട്ടുള്ള ഈ ഭാഗം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ. നോക്കൂ, ഇങ്ങനെയാണത്. ചളിപ്പു കൈവിട്ടങ്ങെടുത്തു കൈവാളാൽ പൊളിച്ചു മാറിടം നഖങ്ങളെ കൊണ്ടും പൊടുപൊടപ്പൊടേ ചുടനുടനുടൻ ചുടുചുടത്തിള ചരുവിയാർ പോലെ തുടുതുടേ വരും രുധിരപൂരത്തെ കുടുകുടക്കുടി ചലറിച്ചാടിയും പെരുവള്ളം പോലെ വരുന്ന ശോണിതം ഒരു തുള്ളി പോലും പുറത്തു പോകാതെ കവിണു നന്നായി കിടന്നുകൊണ്ടുടൻ കവിൾത്തടം നന്നായി നിനച്ചിറക്കിയും മതിച്ചു മാരുതി ചിരിച്ചു ചൊല്ലിനാൻ മതിർത്തിതൂതാവൂമുദരവുമെല്ലാം ഉടൽമാലാണ് എടുത്തുകൊണ്ടുടൻ തുടൽമാല പോലെ കഴുത്തിലിട്ടുകൊണ്ടുടൻ നിലമെല്ലാം പൊടിപെടും വണ്ണം ഉടനുടൻ ചാടി തുടമേലെ തച്ചും. ആലോചിച്ച് നോക്കും. അതായത് ഈ ആഭീക്ഷണ എന്നുള്ള പ്രത്യയത്തിന് പകരം അദ്ദേഹം എന്ത് ചെയ്തു? മലയാളത്തിലെ ഈ പദങ്ങളെ ചൊടുചുടെ പൊടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എന്താ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കുടുകുടക്കുടേ ചലറി ചാടിയും പെരുവള്ളം പോലെ നിറഞ്ഞ ശോണിതം ഒരു തുള്ളി പോലും പുറത്തു പോകാതെ കവിണു നന്നായി കിടന്നുകൊണ്ടുടൻ കവിൾത്തടം നന്നായി നിനച്ചിറക്കി. ആലോചിച്ച് നോക്കുക ആ രംഗത്തെ. അതായത് ഈ രക്തം കുടിച്ചിട്ടും മതിവരാതെ കുടിച്ചിട്ട് ആ കുടൽമാല എടുത്ത് കഴുത്തിലിട്ട് ഈ രക്തം മുഴുവൻ മേല് മുഴുവൻ കയ്യിലും സകല സ്ഥലത്തുമായിട്ട് തൊടയുടെ മുകളിൽ തച്ചിങ്ങനെ നിൽക്കുകയാണ് ആര്? ഭീമസേൻ. ഈ നിപ്പ് ശരിക്കും പറഞ്ഞാൽ ബോധക്കേടുണ്ടാക്കുന്ന ഇത്തരം സന്ദർഭങ്ങളുടെ സാക്ഷാത്കാര സമർത്ഥമായിട്ട് വർണ്ണിക്കാൻ, അതായത് ഇദ്ദേഹത്തെ അല്ലാതെ മറ്റാരെ വിളിക്കണം മലയാള ഭാഷയുടെ പിതാവ്? അതായത് മലയാളത്തിൽ പിച്ച വെക്കാൻ തുടങ്ങുന്ന ഒരു ചെറിയ കുട്ടിക്ക് പോലും പറയാം, ഞാൻ അതിബാലൻ അശക്തൻ എന്നാകിലും മാനിയാം എന്നുടെ താതനെ ഓർക്ക നീ എന്ന്. തന്നെയല്ല,
ഈ ഓരോ ഇവരുണ്ടാക്കി വെച്ച ഓരോ കൽപ്പനകളെയും ഓരോ അർത്ഥവ്യതിയാനങ്ങളെയും നമ്മൾ വേണ്ട 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 എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്ന അക്ഷരങ്ങൾ, നമുക്ക് നഷ്ടപ്പെടുന്ന കാവ്യത്തിന്റെ അർത്ഥസന്ദർഭങ്ങൾ, നമുക്ക് നഷ്ടപ്പെടുന്ന പദങ്ങളുടെ ഒരു പൂരം, ഇതെല്ലാം തിരിച്ചു വരാത്ത വിധത്തിൽ പുതിയ ഒരു തലമുറയ്ക്ക് അന്യമാവും എന്നുള്ളത് തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് സാഹിത്യം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഒത്തിരി സന്ദർഭങ്ങളെ, മനോധർമ്മം മാത്രമല്ല മലയാള ധർമ്മങ്ങളും അദ്ദേഹത്തിന്റെ കാവ്യത്തിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ ഹനുമാൻ അശോകവനികയില് കാണുന്ന ഈ സീതയെ വർണ്ണിക്കുന്ന സമയത്ത് ഒറിജിനൽ അധ്യാത്മരാമായണം പുസ്തകം പറയുന്നത് സ്വാത്മന്യേവ ലീയമാന അധോമുഖി എന്നാണ് ഒറിജിനൽ സംസ്കൃതം പറയുന്നത്. സ്വാത്മന്യേവലി, അതായത് ഹനുമാൻ കാണുന്ന സീതയുടെ രൂപം ഇങ്ങനെയാണ്, സ്വാത്മന്യേവ ലീയമാന അധോമുഖി എന്ന് മാത്രം മൂലത്തിൽ വർണ്ണിച്ചിരിക്കുന്ന അതിന്റെ വിവർത്തനം അദ്ദേഹം പറയുന്നത്, അതായത് എഴുത്തച്ഛൻ പറയുന്നത് എങ്ങനെയാണ്? ഉരസിജവും ഒരു തുടകളാൽ മറച്ചാധിപൂണ്ടുത്തമാംഗം താഴ്ത്തി വേപധുഗാത്രിയായി നിജരമണ നിരുപമ ശരീരം നിരാകുലം നിർമ്മലം ധ്യാനിച്ചിരിക്കും ദശാന്തരേ. ഈ എന്താ പറയാ, നമ്മളുടെ അർത്ഥാലങ്കാരങ്ങളെ കൊണ്ട്, ശബ്ദാലങ്കാരങ്ങളെ കൊണ്ട് ഒക്കെ ഭാഷയ്ക്ക്, സംസ്കൃത ഭാഷയും മലയാള ഭാഷയുടെ ചൈതന്യമായിട്ട് സംസ്കൃത ഭാഷയെ ഉപയോഗിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചു എന്നാണ്. തന്നെയല്ല എന്താണ് ഈ ബാലിയൊക്കെ അവിടെ എന്താണ് ഈ വധിച്ചിടുന്ന ഒരു സന്ദർഭത്തില് വിശല്യം കുരുമേ രാമ ഹൃദയം പാണിനാ സ്പൃശൻ എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്, ബാലിയുടെ ഒരു വാക്കുണ്ട്. അതിനെ പിന്നെ എഴുത്തച്ഛൻ പരിഭാഷപ്പെടുത്തുമ്പോ അമ്പും പറിച്ചു തൃക്കൈ കൊണ്ടടിയനെ അമ്പോടുമല്ല തലോടുകയും വേണം. അതായത് തൃക്കൈ കൊണ്ടുള്ള തലോടൽ എന്ന് ആലോചിച്ച് നോക്കൂ. അതായത് തലോടലാകുമ്പോ ഈ ബാലിയുടെ മനസ്സിലെ ഭക്തിഭാവം മാത്രമല്ല, മലയാളത്തിന്റെ ഒരു മാർദ്ദവം കൂടി അതിലേക്ക് ഒഴുകിയെത്തുന്നു എന്നുള്ളതാണ്. തന്നെയല്ല നയനം, ഈ രാവണന്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് ഹനുമാൻ നിൽക്കുന്ന ഒരു സന്ദർഭമുണ്ട്. അമൃഷ്യമാണോ തിരുഷാ കപീശ്വരം ജഗാത രക്താന്ത വിലോചനോജ്വലൻ എന്ന്, അതായത് ഹനുമാനെ വർണ്ണിക്കുന്ന സന്ദർഭത്തിൽ, അതായത് എന്താണ്, നയനം ഇരുപതിലുമത കനൽ ചിതറുമാറുടൻ നന്നായി ഉരുട്ടി മിഴിച്ചു ചൊല്ലിയിടാൻ എന്നാണ്. അതായത് രക്താന്തത്തെയാണ് എന്ത് പറയുന്നത്, കനൽ ചിതറുമാറാക്കിയത്. കനലെങ്ങാൻ ഈ കണ്ണിൽ നിന്ന് ചിതറിത്തെറിക്കുന്നത് പോലെ ഒരു നോട്ടം നോക്കിയെന്നാണ്. ഇതുപോലെ അതായത് എന്താ പറയാ, കത്തിക്കാളൽ, ആ ഒരു കണ്ണിൽ നിന്നുള്ള ഒരു കത്തിക്കാളൽ അനുഭവിപ്പിക്കുകയാണ്. അതിനപ്പുറത്ത് നന്നായി ഉരുട്ടി മിഴിക്കൽ, ഇതൊക്കെ എഴുത്തച്ഛന്റെ സ്വന്തമായിട്ടുള്ള പ്രയോഗ വിശേഷങ്ങളാണ്. അതായത് എന്താ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ ഭാഷയുടെ അർത്ഥവിശേഷങ്ങൾ, അതായത് വെറും ശബ്ദത്തിൽ നിന്ന് മാത്രം ഒതുങ്ങി നിൽക്കാതെ ഭാഷയുടെ അർത്ഥതലങ്ങളിലേക്ക് സഞ്ചരിക്കാനുള്ള ഒരു കഴിവ് തന്നെയല്ല, അത് വെറും ഒരു ഭാഷാ പ്രയോഗമായിട്ട് നമുക്ക് അതിനെ കാണാൻ സാധിക്കില്ല. എന്താണ് നമ്മുടെ ഹനുമാൻ തന്നെ രാവണനോട് പറയും, നമേ സമാ രാവണ കോടയോ, എനിക്ക് തുല്യമായിട്ട് ഒരു കോടി രാവണം വന്നാലും യാതൊരു കാര്യവും ഇല്ല എന്ന് പറയുന്ന സന്ദർഭത്തെ എഴുത്തച്ഛൻ പറയുന്നത് മറ്റൊരു തരത്തിലാണ്. എന്താണ്, നിന്നോടെതിരൊരു 100,000 രജനിജര കുലപതികളായി ഞെളിഞ്ഞുള്ളോരും രാവണന്മാർ ഒരുമിച്ചെതിർത്തിയിടിലും നിയതമിതു മമ ചെറുവിരൽക്കു പോരാ സഖേന്നാണ്. അതായത് എന്താണ്, ഞെളിഞ്ഞുള്ളോരു 100,000 ചെറുവിരൽക്ക് പോരാ. ഈ പദങ്ങളൊക്കെ അടർത്തി മാറ്റിയാൽ അറിയാം ഈ ഒരു സന്ദർഭത്തിന്റെ ഭാവചൈതന്യം എന്ന് പറയുന്നത് കുടികൊള്ളുന്നത് ഈ പദങ്ങളിലാണ് എന്ന് നമുക്ക് മനസ്സിലാവും. എന്താ പറയാ, ഒരു ഭാഷയുടെ പ്രയോഗം അതെങ്ങനെ വേണം, അത് തന്നെയല്ല എന്താണ് ഈ അക്ഷര വ്യത്യാസങ്ങൾ ഭാഷയ്ക്ക് സമ്മാനിച്ചിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി തരാൻ നമ്മുടെ കാവ്യശാസ്ത്രകാരന്മാർക്ക് സാധിച്ചു, അഥവാ കാവ്യകാരന്മാർക്ക് സാധിച്ചു എന്നുള്ളതാണ്.
ഈ അർത്ഥതലങ്ങളിലേക്ക് സഞ്ചരിക്കുന്നത് ഭാരതത്തിന്റെ ശാസ്ത്ര എന്താണ് ലക്ഷ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ആ ശാസ്ത്ര ലക്ഷ്യങ്ങൾ എന്തിനു വേണ്ടി പറഞ്ഞു. അതായത് ഇപ്പൊ ഒരു അർത്ഥാലങ്കാരം ഉപയോഗിക്കുകയാണെങ്കിൽ പോലും സംസ്കൃതമാണ് ശരിക്കും പറഞ്ഞാല് ഏറ്റവും കൂടുതലായിട്ട് ഈ പ്രാസങ്ങളെയൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് അല്ലെ. ഐ സുമന 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 സുമനോഹര കാന്തിയുത്തെ, ഓരോ സുമന എന്നുള്ളതിന് ഓരോ അർത്ഥമാണ്. ഇതുപോലെ എന്താണ് അത്രയ്ക്കൊന്നും ഇല്ലെങ്കിലും സാധാരണ പദ്യങ്ങൾ എടുത്തു നോക്കിയാൽ പോലും ശ്രീയപ്പതി ശ്രീപതി ശാസിതും ജഗന്നിവാസോ വസുദേവ സത്മനി, ഈ തരത്തിലുള്ള അക്ഷരങ്ങളെ പദങ്ങളെ ഉപയോഗിച്ചതൊക്കെ സംസ്കൃതമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ എഴുത്തച്ഛനെടുത്ത് ഒരു പദങ്ങളുടെ ആവർത്തനം സംഭവിക്കുമ്പോൾ എന്താണ്, അക്ഷരങ്ങളുടെ ആവർത്തനം സംഭവിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുകയും ആ കാലഘട്ടം അത്രയും ഉണ്ടായിരുന്നില്ലാത്ത ഒരു കവിതാ പ്രതിപാദന ശൈലിയെ അദ്ദേഹം എടുത്ത് പ്രയോഗിക്കുകയും ചെയ്തു എന്നുള്ളത് തന്നെയാണ് അതിന്റെ വ്യത്യാസം. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ഈ പറയുന്നതൊക്കെ നമുക്ക് നഷ്ടപ്പെടും. എന്തുണ്ടായാൽ ഉടൽ കടുകിനോട്ടു സമം ഇടത്തുകാൽ മുമ്പിൽ വെച്ചുള്ളിൽ കടപ്പാൻ തുടങ്ങും ദശാന്തരെ. ഏത് ടീച്ചറെ എന്ന് ചോദിക്കുന്ന ഒരു കുട്ടി എങ്ങനെയാണ് ഇത് വായിക്കുന്നത്, എങ്ങനെയാണ് ഈ കവിതയെ മനസ്സിലാക്കുന്നത്? അതായത് ഉടൽ കടുകിനോട്ടു സമം ഇടത്തുകാൽ മുമ്പിൽ വെച്ചുള്ളിൽ കടപ്പാൻ തുടങ്ങും ദശാന്തരെ. കഠിനതരമലറിയൊരു രജനി ചരിവേഷയായി കാണായിദാശു ലങ്കാശ്രിയേയുന്നത് എന്ന് പറയുന്നതൊക്കെ എങ്ങനെ ഒരു കുട്ടിക്ക് അനുഭവിക്കാൻ സാധിക്കും? ഏത് എന്ന് ചോദിക്കുന്ന ഒരു കുട്ടിക്ക് എങ്ങനെയാണ് ഈ അക്ഷരങ്ങളുടെ ഉച്ചാരണമില്ലാതെ ഇതിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നുള്ളത്. അതായത് ശക്തമായും ഭാഷയുടെ ഉച്ചാരണത്തിലും ഭാഷയുടെ അർത്ഥവ്യതിയാനത്തിലും ഇടപെടൽ നടത്തുക തന്നെയാണ് അക്ഷരങ്ങൾ ഇല്ലാതെയാകുമ്പോൾ സംഭവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് ഈ വ്യത്യാസങ്ങളെ നിലനിർത്താതിരുന്നാൽ പിന്നെ അവശേഷിക്കുന്നത് എന്തായിരിക്കും എന്ന് ആലോചിച്ചു. അതായത് ഈ അക്ഷരങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ഒരു മുഴുവൻ തത്വശാസ്ത്രത്തെ ബോധ്യപ്പെടുത്താനുള്ള വിശദീകരിക്കാനുള്ള കഴിവ് മലയാള ഭാഷയ്ക്കില്ല എന്ന് എഴുത്തച്ഛൻ മനസ്സിലാക്കുകയും മാത്രമല്ല ഈ മലയാള ഭാഷ സംസ്കൃതത്തിന്റെ നൈർമല്യത്തെ, ഈ അർത്ഥവ്യതിയാനങ്ങളെ, അക്ഷര വ്യതിയാനങ്ങളെ ഒക്കെ മലയാളത്തിലേക്ക് പറിച്ചു നട്ടുകൊണ്ട് മലയാള ഭാഷയ്ക്ക് ഒരു സമൂല പരിഷ്കാരം നടത്തി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എഴുത്തച്ഛനെ ഇപ്പോഴും മലയാള ഭാഷയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. അപ്പൊ ആ ഒരു സ്ഥാനം ഇപ്പൊ മലയാളം പഠിപ്പിക്കുന്നവർ, എനിക്ക് തോന്നുന്നു ഒരു സാമാന്യ ജനങ്ങൾ ഇതിൽ ഇടപെടേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തോന്നുന്നു. കാരണം മലയാള ഭാഷയുടെ സബ്സിഡിയറി ആയിട്ട് പഠിപ്പിക്കേണ്ട സംസ്കൃതം ആവശ്യമില്ല എന്നാണ് ഇന്ന് പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റികളിലും കുട്ടികളിലും അടിച്ചേൽപ്പിച്ച് അവർ മനസ്സിലാക്കിയിരിക്കുന്നത്. അതായത് സംസ്കൃതം എന്തിനാണ്? സംസ്കൃതം മലയാളത്തെ നശിപ്പിച്ചു അത്രേ. ഏതൊക്കെ തരത്തിലാണ് നശിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ ഒരു വൃത്തത്തിന്റെ വ്യതിയാനം അത് ആവശ്യമില്ല. ഇന്നിപ്പോ എഴുതുന്ന ഒരു കവിത, മലയാള ഭാഷയിൽ എഴുതുന്ന കവിത അറിയാവുന്ന എത്ര പേര് നിങ്ങളുടെയും എന്റെയും നാവിൽ തത്തിക്കളിക്കുന്ന എത്ര കവിതയുണ്ടായിരുന്നു? ആധുനിക കാലഘട്ടത്തിൽ എഴുതുന്ന കവിതകളിൽ എത്ര കവിതകൾ ഇന്ന് ആൾക്കാരുടെ, അതായത് ഞാൻ പറയുന്നത് പ്രശസ്തരായ ആളുകൾ എന്ന് പറയപ്പെടുന്നവരുടെ വിത്തിൻ ഇൻവേർട്ടഡ് കോമ, ഈ നന്നായിട്ട് എഴുതുന്നവരൊന്നും പ്രസിദ്ധരല്ല. കാരണം എന്താ? അവരൊന്നും ആഗ്രഹിക്കുന്നില്ല നേടാൻ, അവർക്കൊന്നും ആഗ്രഹമില്ല നേടാൻ. അതുകൊണ്ട് അവരെ ഒന്നും ആരും അറിയുന്നുമില്ല. ഇത് അറിയപ്പെടുന്ന ആളുകൾ എഴുതുന്ന കവിത ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. സമൂലം വൃത്തത്തെ മാറ്റണം, അക്ഷരങ്ങളെ മാറ്റണം, പിന്നെ അവശേഷിപ്പിക്കേണ്ടത് എന്താണ്? എന്നാലും അവശേഷിക്കും. എന്താ കാരണം എന്നറിയോ? മുഖം എന്നുള്ളതിന് മറ്റൊരു പദമില്ല മലയാളത്തിൽ, പുസ്തകം എന്നുള്ളതിന് മറ്റൊരു പദമില്ല മലയാളത്തിൽ. അതുകൊണ്ട് എത്രയൊക്കെ വേണ്ടാന്ന് വെച്ചാലും എന്തെങ്കിലുമൊക്കെ അവശേഷിച്ചേ മതിയാവും. അതുകൊണ്ട് ഈ ഒരു സംഗതി സംസ്കൃതത്തിൽ നിന്ന് ഒന്നും വേണ്ട എന്ന് പറയാൻ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ രാവിലെ ഞാൻ എഴുന്നേറ്റ് മുഖം കഴുകുന്നു എന്ന് പറയാൻ പറ്റും. മുഖം സംസ്കൃതമാണ്, പുസ്തകം സംസ്കൃതമാണ്. മലയാളത്തെ ഇത്രയേറെ നശിപ്പിച്ച ഒരു ഭാഷ. എന്തിനാണ് വൃത്തം എന്ന് ചോദിക്കുന്നവരോട് എന്താണ് നമ്മുടെ ഈ അടുത്ത കാലത്താണല്ലോ സുഗതകുമാരി ടീച്ചറൊക്കെ മരിച്ചു പോയത്. സുഗതകുമാരി ടീച്ചറുടെ കവിത എന്താണ് നമ്മുടെ കാളിയമർദ്ദനത്തില് നമ്മുടെ മേൽപ്പത്തൂര് തന്നെ കാളിയമർദ്ദനത്തിന്റെ വൃത്ത വൈചിത്ര്യം എടുത്തു നോക്കിയാൽ മനസ്സിലാവും.
ആദ്യം കാളിയമർദ്ദനം തുടങ്ങുന്നത് എങ്ങനെയാണ്? അധവാരിണി ഘോര തരം ഭണിനം, തോടകമാണ് വൃത്തം അല്ലെ. അധിരുഹ്യ തതഃ ഭണിരാജ ഭണ, ആ നൃത്തത്തിന്റെ ഒരു താളം അതാണ്. അധിരുഹ്യ തതഃ ഭണിരാജ ഭണാൻ നൃത്തേ ഭവതോ മൃദുപാദരുച കളശിഞ്ചിത നൂപുരമഞ്ജുമിളക്കര കങ്കണ സങ്കുല സങ്വണിതം. അതായത് ഇതാണ് ആ നൃത്തത്തിന്റെ താളം. കുറച്ചുകൂടി കഴിഞ്ഞ് കാളിയനെയൊക്കെ പരാജയപ്പെടുത്തി കഴിഞ്ഞപ്പോ പിന്നെ നൃത്തത്തിന്റെ താളത്തിന് വരുന്ന മാറ്റം, അതാണ് ആ വൃത്തത്തിൽ വരുന്ന മാറ്റം രേഖപ്പെടുത്തുന്നത്. എന്താ പറയുന്നത്? രുചിര കമ്പിത കുണ്ടല മണ്ഡല സുചിരമീശന നർത്തിത പന്നകേ അമരതാരിസുന്ദരം വിയതി ഗായതി ദൈവതയൗവതേ. നോക്കൂ, വൃത്തത്തിന്റെ താളം എങ്ങനെയാണ് ആ ഡാൻസിന്റെ താളത്തിന് മാറ്റം വരുത്തുന്നത് നോക്കൂ. തന്നെയല്ല, ഇത് തന്നെ ഈ വൃത്തം എന്ന് പറയുന്നത് എന്താണ്? ഈ നമ്മുടെ വിയോഗിനി പോലെയുള്ള വൃത്തങ്ങളെ കാളിദാസനൊക്കെ ഉപയോഗപ്പെടുത്തുന്നത് വിലാപകാവ്യങ്ങളെ പറയാനാണ് അല്ലെ. വിലാപകാവ്യം പറയുമ്പോൾ കാളിദാസൻ അജവിലാപം, അതുപോലെ രതിവിലാപം ഒക്കെ പറയാൻ. അഥമോഹ പരായണാ സതി വിവശാ കാമവധൂർവിഭോ വിധിനാ പ്രതിപാദയിഷ്യതാ നവവൈധവ്യം അസഹ്യവേദനം. ഇത് തന്നെയാണ് ഒരു വേള പഴക്കമേറിയാൽ ഇരുളും മെല്ലെ വെളിച്ചമായി വരും. ശരിയായി മധുരിച്ചിടാം സ്വയം പരിശീലിപ്പൊരു കൈപ്പുതാനുമേ. എത്ര മനോഹരമായിട്ടാണ് വിയോഗിനി ഭാവസംവേദം നടത്തുന്നത്. ഈ വൃത്തത്തിന്റെ ഒക്കെ മലയാള വൃത്തം, സംസ്കൃത വൃത്തം വേണ്ട, മലയാള വൃത്തങ്ങളുടെ തന്നെ ചാരുത ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് ശരിക്കും പറഞ്ഞാൽ എഴുത്തച്ഛനാണ്. ഈ സംസ്കൃത വൃത്തം എങ്ങനെയാണോ ഭാവസംവേദനം നടത്തിയത്, അത് മലയാള വൃത്തത്തിലേക്ക് നിറന്ന പീലികൾ. ഇത്ര മനോഹരമായിട്ട് ശ്രീകൃഷ്ണനെ വിവരിച്ച മറ്റൊരു കാവ്യം കാണിച്ചു. നിറന്ന പീലികൾ നിരക്കവേ കുത്തി നെറുകയിൽ കുട്ടി തിറമൊടു കെട്ടി കരിമുകയിലൊത്ത ചികൂരഭാരവും മണികൾ മിന്നിടും മണിക്കിരീടവും പുലുഗുണച്ചിന്നും പുറുനിര തന്മേൽ നൂനനെ പൊടിഞ്ഞൊരു പൊടി പറ്റി തിലകവും മുട്ടു വിയർപ്പിനാൽ നനഞ്ഞുലകു സൃഷ്ടിച്ചു ഭരിച്ചു സംഹരിച്ചിളകുന്ന. ഇങ്ങനെ പോകുന്നു. അതായത് മലയാളത്തിന്റെ വൃത്തം, മലയാളത്തിന് ആ വൃത്തം എങ്ങനെയാണ് ആ ഭാവസംവേദനം നടത്തുന്നത്, ആരും അതൊന്നും ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോകില്ല. നമ്മളിപ്പോ പറയുന്നു വൃത്തം ആവശ്യമില്ല അല്ലെ. സുഗതകുമാരി ടീച്ചർ ഇതേ എന്താണ് ഈ പറയുന്ന കവിത എടുത്ത് പറയുന്ന സുഗതകുമാരി ടീച്ചർ എന്താ പറയണത്? അവരുടെ മനസ്സിൽ മറ്റൊന്നും വന്നില്ല. അതായത് കാളിയമർദ്ദനത്തെ കുറിച്ച് ആലോചിച്ചപ്പോ അവരുടെ മനസ്സിലൊന്നും വന്നില്ല. അവരെന്താ പറയണത്? നീ കുനിഞ്ഞതിൽ നീ പത്തികൾ കണ്ണാ കുലുങ്ങിയിൽ നീ കരളിന്നും ഓളമടിച്ചു സമുദ്രം പോലെ കാളിന്തി നദി പൊങ്ങുന്നു ജണൽ ജണൽ ജണനാദമുതിർക്കും മണിച്ചിലങ്ക തിലുങ്ങുന്നു എന്ന് അവർക്കും ആ ഒരു താളം, ആ താളം അവര് കാളിയമർദ്ദനമായിട്ട് മലയാളികളെ അനുഭവിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ അക്ഷരമാകട്ടെ, വൃത്തമാകട്ടെ, പദവ്യതിയാനങ്ങളാകട്ടെ, പര്യായ പദങ്ങളാകട്ടെ, ഇനി ഒരേ പദത്തിന്റെ വ്യത്യസ്തമായ അർത്ഥതലങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങളുണ്ട്. ഒരേ പദത്തിന്റെ വ്യത്യസ്തമായ അർത്ഥതലങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഇഷ്ടംപോലെ മലയാള സാഹിത്യത്തിലുണ്ട്. അതായത് എന്താണ്, എഴുത്തച്ഛൻ എന്നുള്ളതല്ല കേട്ടോ, അതിന് ശേഷമുള്ള കവികളും അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. എഴുത്തച്ഛന്റെ കവിതയാണ് എന്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മയുള്ളത് എന്നുള്ളത് കൊണ്ട് ആണ് ഞാൻ എഴുത്തച്ഛനെ കൂടുതൽ ഇങ്ങനെ കോട്ട് ചെയ്തു പോകുന്നത്. അല്ലാത്തൊന്നും പെട്ടെന്ന് ഇങ്ങനെ മനസ്സിലേക്ക് ഉണ്ട് എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്, എന്റെ മനസ്സിൽ തന്നെ ഉണ്ട്. പക്ഷെ പെട്ടെന്ന് ഓർമ്മ വരാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ പറയാണ്. ധീവരൻ എന്നുള്ള ശബ്ദത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് അല്ലെ. മുക്കുവൻ അർത്ഥമുണ്ട് ധീവരൻ എന്നുള്ളതിന്. ധിയാവരഹ, അതായത് ബുദ്ധി കൊണ്ട് ശ്രേഷ്ഠനായവൻ എന്നർത്ഥമുണ്ട് ധീവരഹ. എന്താണ്? ധീവരനായ രാജാവ് ധീവരൻ കൊണ്ടുവന്നു പൈതങ്ങൾ രണ്ടും കണ്ടാൻ എന്നു. അതുപോലെ
തരണീസുതയായ യമുനാ നദി തന്നിൽ തരണീ കടപ്പാനായി ചെന്നിതു പരാശരൻ തരണീദേവനുദിച്ചുയരുന്നതിന് മുമ്പേ തരുണീമണിയെ കണ്ടവനും മോഹം പൂണ്ടാൻ. അതായത് തരണീസുതയായ യമുന, സരണീസുത എന്ന സൂര്യപുത്രി എന്നർത്ഥം. തരണീ കടപ്പാനായി, അവിടെ തരണി എന്നുള്ള തോണി എന്നർത്ഥം. തരണീദേവനുദിച്ചുയരുന്ന, തരണി എന്നുള്ള സൂര്യൻ എന്നർത്ഥം. ഇങ്ങനെ ഒരേ ശബ്ദത്തിന്റെ വ്യത്യസ്തമായ അർത്ഥങ്ങളെ ഒരേ സ്ഥലത്ത് ഉപയോഗിക്കുന്ന ഒരു കാവ്യസന്ദർഭങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. എന്തിനധികം പറയണം, അതായത് നമ്മുടെ ഇത്രയൊന്നും പറയാതെ തന്നെ മലയാള കവിത കോലാഹലം എന്ന ഒരു വാക്ക് മാത്രം എടുക്കുക. കോലാഹലം എന്ന വാക്കിന് എന്താ അർത്ഥം? കൂട്ടായി ഉയരുന്ന ശബ്ദകലാപം എന്നാണ് അർത്ഥം. ഈ വാക്കിനെ മലയാള ഭാഷ ഉപയോഗപ്പെടുത്തിയ നോക്കൂ. വാരണവീലൻ വീരൻ തലയറ്റ് വില്ലറ്റ് വീരൻ ഭഗതത്തൻ തന്റെ തലയറുത്ത് നാലാമതാനതൻ വാലു മരിഞ്ഞിട്ട് കോലാഹലത്തോടു പോയിതു ബാണവും എന്നാണ്. അതായത് വാരണവീരൻ തലയറ്റ് വില്ലറ്റ് വീരൻ ഭഗതത്തൻ തന്റെ തലയറുത്ത് നാലാമതാനതൻ വാലു മരിഞ്ഞിട്ട് കോലാഹലത്തോടു പോയിതു ബാണവും. നോക്കൂ, കോലാഹലം എന്നുള്ള വാക്ക് പല വിരുദും കാണിച്ചു വരുന്ന അസ്ത്രത്തിന്റെ പകിട്ടും പരാക്രമവും ഒരേ സമയം കണ്ണിനും കാതിനും അനുഭവപ്പെടുത്താൻ ഇതിലും നല്ല ഒരു പദം മലയാളത്തിലുണ്ടോ? ഏതായാലും ഒരു കാര്യം നമുക്ക് തീർച്ചയായിട്ടും പറയാം. ഭാരതത്തോളം വലുതായി കേരളം. പുതുഭാഷയിൽ വാർക്കപ്പെട്ടു ചിന്തയും സംസ്കാരവും. നീണ്ടൊരു ദാസ്യത്തിലും ഐതിഹാസിക പ്രൗഢി പൂണ്ടൊരു ജനതയാൽ ചരിതാർത്ഥമായി രാജ്യം എന്ന് പറയും. നമ്മുടെ ഭാഷയും നമ്മുടെ സംസ്കാരവും നമ്മുടെ വാക്കുകളും നമ്മുടെ പദങ്ങളും നമ്മുടെ അക്ഷരങ്ങളും ഒക്കെ ബോധ്യപ്പെടുത്തുന്നത് ഈ ഒരു സനാതനമായ സംസ്കാര വിശേഷത്തെയാണ്. അത് ഒരു കാരണവശാലും അക്ഷരം പഠിക്കരുത്. ഇന്ന് കോളേജിൽ BA ഫസ്റ്റ് ഇയറിന് വന്ന് ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് അക്ഷരം അറിയാതിരിക്കുമ്പോൾ കണ്ണിൽ നിന്ന് വരുന്നത് കണ്ണുനീരല്ല, മറിച്ച് മറ്റെന്തൊക്കെയോ ആണ്. കാരണം അത്ര എങ്ങനെ ഇവര് BA ഫസ്റ്റ് ഇയർ ക്ലാസ്സുകളിൽ എത്തുന്നു എന്ന് നമ്മൾ ആലോചിക്കുന്നു. ഈ കാലഘട്ടത്തിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതായത് അക്ഷരം പഠിക്കണ്ട എന്ന് ബോധ്യപ്പെടും. എന്തിന്? പിന്നെ എങ്ങനെയാണ് നമ്മൾ അർത്ഥം മനസ്സിലാക്കുന്നത്? സാഹിത്യം എന്ന് പറഞ്ഞാൽ ഇതൊന്നും അനുഭവിക്കലല്ല സാഹിത്യമെങ്കിൽ പിന്നെ സാഹിത്യത്തിന് എന്താ പ്രസക്തി? തീർച്ചയായിട്ടും സാഹിത്യം പഠിക്കേണ്ട ആവശ്യമില്ല. അതായത് വെറുതെ ഒരു ജോലി കിട്ടുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ പഠനത്തിന്റെ മുഖ്യമായ ലക്ഷ്യം എന്ന് പറയുന്ന ഒരു സമൂഹത്തിൽ, അതായത് അങ്ങനെയുള്ള ഒരു കാര്യത്തെ വെളിപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് എന്താ പറയാ വെറുതെ. അങ്ങനെ ഒരിക്കലും നമ്മുടെ ശാസ്ത്രകാരന്മാർ നമ്മളോട് പറഞ്ഞിട്ടില്ല. ഞാൻ സമയമൊക്കെ ഒരുപാട് അതിക്രമിച്ചു പോയി എന്ന് തോന്നുന്നു, ക്ഷമിക്കുക. ഞാൻ എൻ്റെ മനസ്സിലും എൻ്റെ എന്താ പറയാ സമയത്തെ കുറിച്ചുള്ള ബോധമില്ലാതെ പോയി എന്നുള്ളതാണ്. പറഞ്ഞതിൽ അധിക പ്രസംഗമായോ അതോ പറഞ്ഞതിൽ എന്തെങ്കിലും കുറഞ്ഞു പോയോ ഇതൊന്നും എനിക്ക് അറിയില്ല. ഒരുപാട് ശാസ്ത്രത്തിലേക്ക് കടന്നാൽ എത്ര പേർക്ക് താല്പര്യം ഉണ്ടാവും എന്നറിയില്ല. ശാസ്ത്രത്തിലേക്ക് കടക്കാൻ ഞാനൊന്ന് ശ്രമിച്ചു, പക്ഷെ കൂടുതലായിട്ട് അതിൽ പറഞ്ഞാൽ കുറച്ചും കൂടി അത് എങ്ങനെയാണ് ഇതിലുള്ള ആളുകളുടെ ഓഡിയൻസിന്റെ ഒരു ഇതൊന്നും അറിയാത്തത് കൊണ്ടാണ് കൂടുതലായിട്ട് ഞാൻ ഇതിലേക്ക് കടക്കാതിരുന്നത്. കാരണം പറയാൻ മാത്രമുള്ള വിഷയങ്ങൾ, ആധുനിക ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്ന സാധനത്തിന്റെ എത്രയോ അതിക്രമിച്ചു പോകുന്ന ഒരു ഫോണറ്റിക്സ് ആയാലും അത് സെമാൻറ്റിക്സ് ആയാലും ഏത് വിഷയവും സംസ്കൃത ഭാഷയിൽ അത്രയേറെ ഉണ്ട്, രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രം നമ്മൾ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഇതിനെയൊക്കെ താലോലിച്ച് സംരക്ഷിച്ച് മുന്നോട്ട് പോവുക എന്നത് പുതിയ തലമുറയുടെ ഒരു നിർബന്ധമായിട്ടുള്ള കർത്തവ്യമാണ്. നമ്മുടെ ടാഗോറൊക്കെ പറയുന്നത് പോലെ ബി പ്രൗഡ് ദാറ്റ് ദൗ ആർട്ട് എൻ ഇന്ത്യൻ. അല്ല, ടാഗോർ അല്ല, നമ്മുടെ വിവേകാനന്ദ സ്വാമി. ബി പ്രൗഡ് ദാറ്റ് ദൗ ആർട്ട് എൻ ഇന്ത്യൻ ആൻഡ് ബോഡ്ലി പ്രോക്ലെയിം ദാറ്റ് ഐ ആം എൻ ഇന്ത്യൻ. തീർച്ചയായിട്ടും ഭാരതത്തിന്റെ ഒരു where the mind is without fear and the head is held high, where the knowledge is free from narrow domestic walls, to that land of freedom, oh my father, let my country awake. അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ, കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം തന്ന ശങ്കരേട്ടന് പ്രത്യേകിച്ച് ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു.